വെൽക്കം ബാക്ക്. നമ്മൾ പുതിയൊരു ചാപ്റ്ററായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ പ്ലസ് വണ്ണിലെ നമ്മൾ അനാട്ടമി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ്. ഓക്കെ, മോർഫോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി അതിൻ്റെ അനാട്ടമിയാണ്. അനാട്ടമി എന്ന് പറയുമ്പോൾ തന്നെ ചിലവർക്ക് അധികം ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. കാരണം നമുക്ക് ആകെ പഠിക്കാനുണ്ടാവുക കുറച്ച് സെൽസും അതിൻ്റെ പേരും അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയാലും നമുക്ക് ഒന്നിച്ച് അതിൻ്റെ ലൊക്കേഷനൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു സ്മോൾ ചാപ്റ്റർ. നമ്മൾ ചാപ്റ്റർ ഒരുപാട് വെട്ടി കുറച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അധികം ഒന്നും പഠിക്കാനില്ല. സോ ചാപ്റ്ററിലേക്ക് പോയാലോ. അനാട്ടമി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ്. അനാട്ടമി എന്തൊരു ഭംഗിയുള്ള ചിത്രം അല്ലേ. ഈ സെൽസ് ഈ കളറിലൊന്നും അല്ല കേട്ടോ നമ്മൾ മൂർച്ച കാണുക. ട്രാൻസ്ഫേഴ്സ് സെക്ഷനാണ് നമ്മൾ എടുക്കുക, ലോങ്കിറ്റ്യൂഡിനൽ സെക്ഷൻ അല്ല. ട്രാൻസ്ഫേഴ്സ് ഇങ്ങനെയാണ് എടുക്കുക. അങ്ങനെ എടുത്തിട്ട് നമ്മൾ ക്യാരറ്റ് ഒക്കെ ഉപ്പേരിക്കരിയില്ലേ, അങ്ങനെ അത്രയും കട്ടിയിലല്ല, ഭയങ്കര തിന്നായിട്ട് സെക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുക. അങ്ങനെയുള്ള ഒരു മൈക്രോസ്കോപ്പിക് ഇമേജ് ആണിത്. പല സ്റ്റെയിൻ കൊടുത്തിട്ടാണ് ഇങ്ങനെ ഓരോ ബണ്ടിൽസ് ആയിട്ട് ഓരോ സെൽസ് ആയിട്ട് ഓരോ സ്റ്റെയിൻ ആയിട്ട് കാണുന്നത്. സോ നമുക്ക് ഏതൊക്കെയാണ് ഈ സെല്ലുകൾ എന്നൊക്കെ പഠിച്ചാലോ. ഓക്കെ, ഇത് ഞാൻ എടുത്തിട്ടുള്ള ഒരു സെക്ഷനാണ്. എൻ്റെ കൈ കൊണ്ട് ഞാൻ എടുത്തിട്ടുള്ള, അതായത് നമുക്കും പോസിബിൾ ആണ്. എൻ്റെ PG ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്ത സെക്ഷനാണിത്. അതിൽ ഓരോ സെൽസിനെയും നമുക്ക് ഓരോരോ കളേഴ്സായിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റെയിൻ ചെയ്യാം. ആ സ്റ്റെയിൻ അങ്ങനെയുള്ളൊരു പോർഷനാണ്. അപ്പോൾ ഈ സെല്ലുകൾ ഇതൊരു ടൈപ്പ് സെല്ലാണ്, ഇതൊരു ടൈപ്പ് സെല്ലാണ്, ദിസ് ഇസ് അനദർ സെൽ, ഇതൊരു സെല്ലാണ്, ഈ പുറത്തൂടി കാണുന്നൊരു സെല്ലാണ്. സോ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, പ്ലാന്റ് ബോഡി ആൻഡ് ഹ്യൂമൻ ബോഡി, ആനിമൽ ബോഡി, എവറിത്തിങ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്, ബട്ട് നോട്ട് ദ സെയിം സെൽ. ഒരു സെയിം സെല്ലല്ല, പല പല സെല്ലുകൾ കൊണ്ടാണ്. പലതരം സെല്ലുകളുണ്ട്, നമുക്കില്ലേ സെല്ലുകൾ, അതുപോലെ പ്ലാന്റ്സിനുണ്ട് പലതരം സെല്ലുകൾ. ഇത് ഒരു ബ്രീഫ് ഐഡിയ ആണ്. സെൽസിനെ നമുക്ക്, പ്ലാന്റ് ടിഷ്യൂവിനെ നമുക്ക് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നും മെരിസ്റ്റമാറ്റിക്കും അതുപോലെ തന്നെ പെർമനന്റ് ടിഷ്യൂസ് എന്നും ഡിവൈഡ് ചെയ്യാം. മെരിസ്റ്റമാറ്റിക്, പെർമനന്റ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആർ ദോസ് ടിഷ്യൂസ് ദാറ്റ് ആർ കാപ്പബിൾ ഫോർ ഡിവൈഡിങ് എനി ടൈം. അതിൻ്റെ ലൈഫ് ടൈമിൽ എപ്പോഴും മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള സെൽസ് ആണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഡിവൈഡ് ചെയ്തിട്ട് അവർ പെർമനന്റ് ടിഷ്യൂസ് ആവാം. സോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും പെർമനന്റ് ടിഷ്യൂസും. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് തന്നെ എപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട്, ലാറ്ററൽ മെരിസ്റ്റം ഉണ്ട്, ഇന്റർകാലറി മെരിസ്റ്റം ഉണ്ട്. ഇത് നിങ്ങൾ ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതുമാണ്. എപ്പിക്കൽ, ഇന്റർകാലറി ആൻഡ് ലാറ്ററൽ മെരിസ്റ്റം. ഇത് നമ്മൾ ഈ പ്ലാന്റിന്റെ ഗ്രോത്തിനെ ഗർത്ത് കൂടാൻ വേണ്ടിയിട്ട്, അതിന്റെ വീതിയൊക്കെ അല്ലേ, അതൊക്കെ കൂടാൻ വേണ്ടിയിട്ടും അതിന്റെ വലിപ്പം കൂടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ മെരിസ്റ്റംസ് ഓരോ ലൊക്കേഷനിൽ കാണുന്നത്. പെർമനന്റ് ടിഷ്യൂ, സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ഉണ്ട്, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസും ഉണ്ട്. സിമ്പിൾ ഏതൊക്കെയാണ്? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. 3 തരം സിമ്പിൾ ടിഷ്യൂസ് ആണ്. പാരൻകൈമ എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെയുള്ള റൗണ്ട് ആയിട്ടുള്ള ഇന്റർസെല്ലുലാർ സ്പേസ്, ഇവിടെ സ്പേസ് ഒക്കെ ഉണ്ട് കണ്ടോ, ഇന്റർസെല്ലുലാർ സ്പേസ് ഒക്കെ ഉള്ള ഇങ്ങനെയുള്ള കുറച്ച് സെൽസ് ആണ് പാരൻകൈമ സെൽസ്. ഇനി കോളൻകൈമ സെൽസ് എന്ന് പറയുമ്പം ഈ സെല്ലിന്റെ ബോർഡറിൽ അല്ലെങ്കിൽ കോർണർ പോർഷനിൽ കുറച്ച് തിക്കനിങ് കൂടുതലായിരിക്കും. ഓക്കെ, തിക്കനിങ് കൂടുതലായിട്ടുള്ള, കോർണർ പോർഷനിൽ തിക്കനിങ് കൂടുതലായിട്ടുള്ള സെൽസ് ആണ് കോളൻകൈമ സെൽസ്. ഇനി പാരൻകൈമയായി കോളൻകൈമയായി സ്ക്ലീറൻകൈമ സെൽസ് എന്ന് പറയുന്നത് ഹെക്സഗണൽ സെൽസ് ആണ്. അവർക്ക് ഭയങ്കര തിക്ക് വാളായിരിക്കും. ഓക്കെ, ഹെക്സഗണൽ സെൽസ് ആണ് സ്ക്ലീറൻകൈമ. സോ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ഇനി വേറൊരു ആൾക്കാരുണ്ട് ക്ലോറൻകൈമ എന്ന് പറഞ്ഞിട്ട്. ക്ലോറൻകൈമ. ഓക്കെ, ഈ ക്ലോറൻകൈമ ഉള്ളിൽ ക്ലോറോപ്ലാസ്റ്റ് ഉള്ള ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഗ്രീൻ കളറിൽ കാണുന്ന സെൽസിനെയാണ് പറയുന്നത്. ഇവിടെ സ്ക്ലീറൻകൈമ തന്നെ ഫൈബേഴ്സും ഉണ്ട്, സ്ക്ലീറൈഡ്സും ഉണ്ട്. ഓക്കെ, ഫൈബറും ഉണ്ട്, സ്ക്ലീറൈഡ്സും ഉണ്ട്. ഇനി കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസ്. കോംപ്ലക്സ് ടിഷ്യൂസ് ആണ് വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ സൈലവും ഫ്ലോയവും. സൈലം കണ്ടക്ടിങ് വാട്ടർ ആൻഡ് ഫ്ലോയം വിൽ കണ്ടക്ട് ദ ഫുഡ് മെറ്റീരിയൽസ് അല്ലേ, നമ്മൾ പഠിച്ചതല്ലേ. സൈലം തന്നെ ട്രക്കീഡ്സ്, വെസൽസ്, സൈലം പാരൻകൈമ ആൻഡ് സൈലം ഫൈബേഴ്സ്. ഇവിടെ സൈലം പാരൻകൈമ 2 പ്രാവശ്യം വന്ന ഇറ്റ്സ് എ മിസ്റ്റേക്ക്. ഓക്കെ, ട്രക്കീഡ്സ്, വെസൽസ്, സൈലം പാരൻകൈമ ആൻഡ് സൈലം ഫൈബേഴ്സ്. ഇങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫ്ലോയം തന്നെ സീവ് ട്യൂബ്സ്, കമ്പാനിയൻ സെൽസ്, ഈ 2 കൂടി സീവ് ട്യൂബ് എലമെന്റ്സ് എന്ന് പറയും. ഫ്ലോയം പാരൻകൈമ ആൻഡ് ഫ്ലോയം ഫൈബേഴ്സ്. ഇത്രയാണ് ടിഷ്യൂവിൻ്റെ ഒരു കംപ്ലീറ്റ് ഔട്ട്ലൈൻ. ഇതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അങ്ങോട്ടാണ് നമ്മൾ ടിഷ്യൂ സിസ്റ്റം പഠിക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് എ ടിഷ്യൂ സിസ്റ്റം? ഈ ടിഷ്യൂസ് വെച്ചിട്ട് ആ ടിഷ്യൂസിൽ ആ ഓരോ സെൽസിലെ ഓരോ ടൈപ്പ് സെല്ലുകളില്ലേ, ഇപ്പം നമ്മൾ പറഞ്ഞ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്. ഇവരുടെ ലൊക്കേഷൻ അനുസരിച്ച് ഇവരുടെ ഫങ്ഷൻ മാറും, ഇവരുടെ
രൂപവും ഭാവവും ഒക്കെ മാറും. ഓക്കെ, ടിഷ്യൂസ് വാരി ഡിപ്പെൻഡിങ് ഓൺ ദ ലൊക്കേഷൻ ഇൻ ദ പ്ലാന്റ് ബോഡി. അവർ ഈ പ്ലാന്റിന്റെ എവിടെ ഏത് ലൊക്കേഷനിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് അവരുടെ ഫങ്ഷൻ മാറുന്നുണ്ട്. സോ ടിഷ്യൂ മാറുന്നുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ലൊക്കേഷൻ ദർ ആർ 3 type of tissue system. അവരുടെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടും അവരുടെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടും 3 തരം ടിഷ്യൂ സിസ്റ്റം ഉണ്ട്. ഏതൊക്കെയാ 3 തരം ഉള്ളത്? ഒന്ന് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, 2 ഗ്രൗണ്ട് ടിഷ്യൂ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം, 3 വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ഓർ കണ്ടക്റ്റിംഗ് ടിഷ്യൂ സിസ്റ്റം. ബേസ്ഡ് ഓൺ ദ ലൊക്കേഷൻ അനുസരിച്ച് അവരുടെ ഷേപ്പ്, സൈസ്, അവരുടെ ഓർഗനൈസേഷൻ ഒക്കെ മാറും. ഈ പാരൻകൈമ, സിമ്പിൾ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിയറൻകൈമ ഇവരൊക്കെ തന്നെ മാറും. ഇവരുടെ രൂപവും ഭാവവും ഒക്കെ മാറും. സൈലവും ഫ്ലോയും ഒക്കെ മാറും. എങ്ങനെ? ഇവരുടെ ലൊക്കേഷൻ അനുസരിച്ച്. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, എപ്പിഡെർമിസിൽ കാണുന്നത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. ഇതിൽ ഈ പറഞ്ഞ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് ടിഷ്യൂ സിസ്റ്റത്തിലാണ് നമ്മുടെ സൈലവും ഫ്ലോയും ഒക്കെ വരാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ഓരോന്നിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ആദ്യം നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. The epidermal tissue system forms the outermost covering of the whole plant body. Epidermis എന്ന് പറയുന്നത് പ്ലാന്റിന്റെ എവിടെ നോക്കിയാലും ഔട്ടർമോസ്റ്റ് കവറിങ് ആയിരിക്കും ഈ എപ്പിഡെർമിസ്. അല്ലാതെ ഓരോ സെല്ലിനും എപ്പിഡെർമിസ് അങ്ങനെയല്ല, പ്ലാന്റിന്റെ ഔട്ടർമോസ്റ്റ് കവറിങ് ആയിരിക്കും. സോ ഇതൊരു പ്ലാന്റ് ആണെങ്കിൽ, സിമ്പിൾ ഒരു പ്ലാന്റ് ആണ് ഇത്. ഇതൊരു അതിൻ്റെ ലീഫ്. ഓക്കെ, ഈ എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വൈറ്റ് പോർഷനിൽ കാണിക്കുകയാണ് ചെറുതായിട്ട്. ഇതിന്റെ കംപ്ലീറ്റ് ഔട്ടർ ലൈൻ ആയിരിക്കും എപ്പിഡെർമിസ്. ഈ ലീഫിന്റെ പുറത്തൂടെയൊക്കെ ഇല്ലേ, അതിലൂടെ ഒക്കെ പോവും. എന്നിട്ട് ഇത് റൗണ്ട് ആണെങ്കിൽ ആ റൗണ്ടിൽ ഉണ്ടാവും എപ്പിഡെർമിസ്. കംപ്ലീറ്റ് ഔട്ടർ ലൈൻ ആണ് എപ്പിഡെർമിസ്. ഈ ഹോൾ പ്ലാന്റ് ബോഡിനെ കവർ ചെയ്യുന്ന ആളാണ് എപ്പിഡെർമിസ്. ഔട്ടർ മോസ്റ്റ് കവറിംഗ് ഓഫ് ദ ഹോൾ പ്ലാന്റ് ബോഡി ആൻഡ് കംപ്രൈസസ് എപ്പിഡെർമൽ സെൽസ്, സ്റ്റൊമാറ്റ, എപ്പിഡെർമൽ ഹെയർസ്, അപ്പൻഡേജസ്. ഹെയർസിന് നമുക്ക് അപ്പൻഡേജസ് എന്ന് പറയാം. ഓക്കെ, എന്തൊക്കെ ഉണ്ടാവും മക്കളെ? നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? പ്ലാന്റ് ബോഡി എപ്പിഡെർമൽ സെൽസ് ഉണ്ടാവും. എപ്പിഡെർമൽ സെൽസ് വെച്ചിട്ടാണ് എപ്പിഡെർമിസ് ഉള്ളത്. ആൻഡ് സ്റ്റൊമാറ്റ ഉണ്ടാവും. സ്റ്റൊമാറ്റ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് എപ്പിഡെർമൽ അപ്പൻഡേജസ് ഉണ്ടാവും. എപ്പിഡെർമൽ അപ്പൻഡേജസ് ഏതൊക്കെ? എപ്പിഡെർമിസിന്റെ മുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കയ്യും കാലും ഒക്കെ പോലെയുള്ള സംഭവങ്ങൾ അപ്പൻഡേജസ്. അത് റൂട്ടിലാണെങ്കിൽ റൂട്ട് ഹെയറും സ്റ്റെമ്മിലാണെങ്കിൽ ട്രൈക്കോമും. അങ്ങനെ 2 പേരിലാണ് അറിയപ്പെടുക. സ്റ്റെമ്മിലാണെങ്കിൽ ട്രൈക്കോം, റൂട്ടിലാണെങ്കിൽ റൂട്ട് ഹെയർ. The epidermis is the outermost layer of the primary plant body. പ്ലാന്റ് ബോഡീൻ്റെ പ്രൈമറി പ്ലാന്റ് ബോഡി എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ ആണ് എപ്പിഡെർമിസ്. പ്ലാന്റിന് സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന പ്ലാന്റ്സിന് സെക്കൻഡറി ഔട്ടർ വാൾ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ വലിയൊരു മരം നോക്കുക, ഏതപ്പോൾ ഒരു ചീനി മരം, ചീനി എന്നൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയാടാ. അതിൻ്റെയൊക്കെ പുറത്ത് ബാർക്ക് എന്ന് പറയുന്നത് വിണ്ട് കീറിയിട്ടുള്ള ഒരു ടിപ്പിക്കൽ വുഡി ടെക്സ്ചർ. ഓക്കെ, അപ്പൊ അതിന് എപ്പിഡെർമിസ് ഉണ്ടാവില്ല. എപ്പിഡെർമിസ് റീപ്ലേസ് ചെയ്തിട്ട് കോർക്ക് കാമ്പിയം എന്ന് പറയുന്ന ഒരു പെരിഡേം ഉണ്ടാവും. അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, അതൊക്കെ നിങ്ങളുടെ സിലബസിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. സോ അതൊന്നും ഇല്ല, നമുക്ക് എന്ന് മാത്രം പഠിച്ചാൽ മതി. പ്രൈമറി പ്ലാന്റ് ബോഡിയിൽ ഒരു സാധാരണ ഒരു ഒരു ചെടിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു മരത്തിന് മുകളിൽ കംപ്ലീറ്റ് അതിൻ്റെ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നതിന് മുന്നേ ഉള്ള പ്രൈമറി പ്ലാന്റ് ബോഡി കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ളത് എപ്പിഡെർമിസ് കൊണ്ടാണ്. അതിൻ്റെ മുകളിൽ സ്റ്റൊമാറ്റ ഉണ്ടാവാം, സെൽസ് ഉണ്ട്, ഹെയർസ് ഉണ്ടാവാം, ഹെയർസ് ഓർ ട്രൈക്കോംസ്. ഓക്കെ, എപ്പിഡെർമിസ് ഇസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ദ പ്രൈമറി പ്ലാന്റ് ബോഡി ആൻഡ് എലോങ്ങേറ്റഡ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസ്. എപ്പിഡെർമിസ് നമ്മൾ എങ്ങനെയാ വരയ്ക്കാന്നറിയോ? എഗെയിൻ ഐ നോ, എനിക്ക് എപ്പോഴും പറ്റുന്ന അബദ്ധമാണ് അത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എപ്പിഡെർമിസ് വരയ്ക്കുക. എലോങ്ങേറ്റഡ് ആയിട്ടുള്ള കോമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസ് ആയിരിക്കും. ഇങ്ങനെയാണ് എപ്പിഡെർമിസ്. ഇതിന്റെ താഴെയാണ് ബാക്കിയുള്ള സെൽസ് ഒക്കെ ഇങ്ങനെ വരയ്ക്കുക. എപ്പിഡെർമിസ് എപ്പോഴും ഇങ്ങനെ എലോങ്ങേറ്റഡ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസ് ആയിരിക്കും. എലോങ്ങേറ്റഡ് എന്ന് പറയുന്നത് അങ്ങ് നീണ്ട് അങ്ങോട്ട് പോകുന്നില്ല, ഏകദേശം ഇങ്ങനെയൊക്കെ. ഓക്കെ, കോമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസ്, സിംഗിൾ ലെയർ, ഓൾവേസ് സിംഗിൾ ലെയർ ആയിരിക്കും എപ്പിഡെർമിസ്. ഒരൊറ്റ ലെയർ സെല്ലായിരിക്കും. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ എടുത്ത് വേണ്ടി ഇങ്ങനെ മുറിച്ചിട്ട് അതിനെ കണ്ണുകൊണ്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, മൈക്രോസ്കോപ്പ് വേണം. സിംഗിൾ ലെയർ ആണ്. സെല്ലിന്റെ വലുപ്പം നിങ്ങൾക്ക് അറിയാലോ അല്ലെ. പാരൻകൈമാറ്റ സെൽസ് ആയിരിക്കും. പാരൻകൈമ സെൽസ് ആണ്, തിൻ വാൾഡ് പാരൻകൈമ സെൽസ് ആണ്, കവേർഡ് വിത്ത് ക്യൂട്ടിക്കിൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എപ്പിഡെർമിസ് റൂട്ടിലൊഴികെ ക്യൂട്ടിക്കിൾ ഉണ്ടാവും എപ്പിഡെർമിസിന്റെ മുകളിൽ.
ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് വാക്സി ആയിരിക്കും. എന്തിനാ ഈ ക്യൂട്ടിക്കിൾ എന്ന് അറിയോ? എക്സസ് വാട്ടർ ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാക്സ് പോലെ മെഴുക് പോലെയുള്ള ഒരു ലെയർ ആണ് ക്യൂട്ടിക്കിൾ ലെയർ. അത് എപ്പിഡെർമിസിന്റെ മുകളിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ആൻഡ് സ്റ്റൊമാറ്റ ട്രൈക്കോം ഓർ ഹെയർ വിൽ ബി പ്രസന്റ്. സ്റ്റൊമാറ്റ എന്താന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റൊമാറ്റ എന്തിനാണ്? ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിനുള്ള ഒരു ഓർഗൻ ആണ് പ്ലാന്റ് ബോഡിയിലുള്ള. സ്റ്റെമ്മിലുണ്ടാവാം, ലീഫിലുണ്ടാവാം. ഓക്കെ, സ്റ്റൊമാറ്റ. സോ റെഗുലേറ്റ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്പിറേഷൻ ആൻഡ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. അതാണ് ഈ സ്റ്റൊമാറ്റോന്റെ ഫംഗ്ഷൻ. ഒന്ന് ട്രാൻസ്പിറേഷനെ റെഗുലേറ്റ് ചെയ്യുക, അതുവഴി വാട്ടർ അപ്ടേക്ക് ഇല്ലേ, റൂട്ടിൽ നിന്നും വാട്ടർ വലിച്ചെടുക്കുന്നതിനെ ഹെൽപ്പ് ചെയ്യുക, ട്രാൻസ്പിറേഷൻ പുൾ എന്നൊക്കെ പറയും അത്. പിന്നെ വാട്ടർ ലോസ് റെഗുലേറ്റ് ചെയ്യുക, പിന്നെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. ഈ സ്റ്റൊമാറ്റയ്ക്ക് 3 പാർട്സ് ഉണ്ട്. സ്റ്റൊമാറ്റൽ പോറ്, ഒന്ന് സ്റ്റൊമാറ്റയുടെ ആ ഒരു ഹോളില്ലേ, സ്റ്റൊമാറ്റയുടെ ഓട്ട. പിന്നെ സ്റ്റൊമാറ്റയ്ക്ക് 2 ഗാർഡ് സെൽസ് ഉണ്ട്. ഗാർഡ് സെൽസ്, അതിന് ചുറ്റിനുള്ള സബ്സിഡിയറി സെൽസ്. സപ്പോസ് ദിസ് ഇസ് സ്റ്റൊമാറ്റ, ഇത് സ്റ്റൊമാറ്റയുടെ സ്റ്റൊമാറ്റൽ പോറ്, ഇതാണ് സ്റ്റൊമാറ്റയുടെ ഗാർഡ് സെൽസ്, ചുറ്റിലുള്ളത് അതിന്റെ സബ്സിഡിയറി സെൽസ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സ്റ്റൊമാറ്റ വരയ്ക്കുക. ഈ ഗാർഡ് സെൽസിന്റെ ഷേപ്പ് അനുസരിച്ച് പലതിലും മാറും. അതായത് ഡൈക്കോട്സിലും മോണോകോട്സിലൊക്കെ ഗാർഡ് സെൽസ് മാറും. ബാക്കിയുള്ളതൊക്കെ എപ്പിഡെർമൽ സെൽസ്. ഒരു എപ്പിഡെർമിസിൽ സ്റ്റൊമാറ്റൽ പോറ്, ഗാർഡ് സെൽസ്, സബ്സിഡിയറി സെൽസ്, എപ്പിഡെർമൽ സെൽസ് ചുറ്റിലുള്ളത്. ഓക്കെ, സ്റ്റൊമാറ്റ ഡൈക്കോട്ടില് സ്റ്റൊമാറ്റയുടെ ഗാർഡ് സെൽസ് ബീൻ ഷേപ്ഡും, ബീൻ എന്നല്ലേ നമ്മൾ പയർ വിത്തില്ലേ, ബീൻ ഷേപ്പ്, ഇങ്ങനെ ബീൻ ഷേപ്ഡും. ആൻഡ് ഗ്രാസസ് അല്ലെങ്കിൽ പൊയേസിയ ഫാമിലിയിൽ മോണോകോട്സിൽ ഡംബൽ ഷേപ്ഡ് ആയിരിക്കും. ഡംബൽ എന്താണെന്ന് നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ബൈസെപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ആക്കൂലേ ഡംബൽസ്, ആ ഡംബൽ ഷേപ്ഡും ആയിരിക്കും ഗ്രാസസിൽ. അത്ര ഒരു വ്യത്യാസമേ ഉള്ളൂ. എപ്പിഡെർമൽ സെൽസ് ആണ് ഇത്, സബ്സിഡിയറി സെൽസ് ആണ് ഈ ചെറുതായിട്ട് വരച്ചത്, ഗാർഡ് സെൽസ്, സ്റ്റൊമാറ്റൽ പോറ് അല്ലെങ്കിൽ സ്റ്റൊമാറ്റൽ അപ്പർച്ചർ എന്നും പറയൂ കേട്ടോ. ഓക്കെ, സോ ഇതാണ് ഒരു ഒറിജിനൽ സ്റ്റൊമാറ്റയുടെ ചിത്രം. നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം, ഇത് അടഞ്ഞു കിടക്കുന്ന ഒരു സ്റ്റൊമാറ്റയാണ്, ക്ലോസ്ഡ് സ്റ്റൊമാറ്റയാണ്. ഇതാണ് ഗാർഡ് സെൽസ്, ബാക്കിയുള്ളതാണ് സബ്സിഡിയറി സെൽസ്. ആൻഡ് ദിസ് സ്റ്റൊമാറ്റ കോൺട്രിബ്യൂട്ട് മെയിൻലി ടു ട്രാൻസ്പിറേഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതായത് വെള്ളം പ്ലാന്റിൽ നിന്നും പുറത്തേക്ക് അധികം പോവാതെയും കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ ട്രാൻസ്പിറേഷൻ വഴി വെള്ളം അധികം പോവാതിരിക്കുക എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുക? സ്റ്റൊമാറ്റ അങ്ങോട്ട് അടയും. സ്റ്റൊമാറ്റ എങ്ങനെയാണ് വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടി സ്റ്റൊമാറ്റ തുറക്കും. ഈ അടയ്ക്കുന്നതിനും തുറക്കുന്നതിനും ഒരു മെക്കാനിസം ഒക്കെ ഉണ്ട്, അതും വാട്ടർ റെഗുലേറ്റഡ് ആണ്. സ്റ്റൊമാറ്റയുടെ ഗാർഡ് സെൽസിന്റെ ഇന്നർ വാള് വളരെ തിക്കായിരിക്കും. ഇവിടെ കണ്ടോ, നല്ല ഡാർക്ക്ലി ആണ് വരച്ചേക്കുന്നത്, വളരെ തിക്കായിരിക്കും. ഔട്ടർ വാള് തിന്നായിരിക്കും. അതുകൊണ്ട് ഈ ഗാർഡ് സെൽസിനുള്ളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ, നല്ലപോലെ വെള്ളമുണ്ട് പ്ലാന്റ് ബോഡിയിലെങ്കിൽ ഗാർഡ് സെൽസിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ അത് ടർജിഡ് ആവും, വീർത്ത് കിടക്കും. വീർത്ത് കഴിഞ്ഞാൽ അതിന്റെ എൻറ്റയർ സ്ട്രക്ചറിലേക്ക് ഇത് വരും, ബീൻ ഷേപ്പിലേക്ക് ആവും. ഇങ്ങനെ 2 ബീൻ ഷേപ്പ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നടുക്കൊരു ഓട്ട ഉണ്ടാവില്ലേ, അങ്ങനെയാണ് സ്റ്റൊമാറ്റോ ഓപ്പൺ ആവുന്നത്. ഇനി ഇങ്ങനെ സ്റ്റൊമാറ്റോ ക്ലോസ് ആവുന്നത്, വെള്ളമില്ലാത്ത സമയത്ത് ഗാർഡ് സെൽസിൽ നിന്നും വെള്ളം കുറയുമ്പം അത് കുറച്ച് ഷ്രിങ്ക് ആയിപ്പോവും, ചുരുങ്ങിപ്പോവും ഗാർഡ് സെൽസ്. അപ്പോൾ ഇത് ക്ലോസ് ആവും. മനസ്സിലായോ? ഇങ്ങനെയാണ് സ്റ്റൊമാറ്റോന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും വരുന്നത്. സ്റ്റൊമാറ്റോന്റെ വോൾ തിക്നെസ്, സ്റ്റൊമാറ്റോന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും. ആൻഡ് ഓൾസോ സ്റ്റൊമാറ്റ is the cells contain, guard cells are the cells containing chloroplast and it is photosynthetically able. Okay, so that's all about stomata. And epidermal hairs, trichomes ഉണ്ട്, hairs ഉണ്ട് അല്ലേ. epidermal hairs റൂട്ടിലാണെങ്കിൽ root hairs ആണ്, സ്റ്റെമ്മിലാണെങ്കിൽ ട്രൈക്കോംസ് ആണ്. റൂട്ട് ഹെയർ യൂണിസെല്ലുലാർ ആണ്. അതായത് ഇതാണ് എപ്പിഡെർമൽ സെല്ലെങ്കിൽ, എപ്പിഡെർമൽ സെൽസ് എങ്കിൽ എപ്പിഡെർമൽ സെൽസ് തന്നെ ഒരു സെല്ല് ഇങ്ങനെ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കും. ഇങ്ങനെയാണ് ഹെയർസ് ഉണ്ടാവുക. അത് ഒരൊറ്റ സെല്ലായിരിക്കും, യൂണിസെല്ലുലാർ ആയിരിക്കും, ഒന്നിലധികം സെല്ലുകളില്ല, യൂണിസെല്ലുലാർ ആയിരിക്കും. യൂണിസെല്ലുലാർ എലോങ്ങേഷൻസ് ഓഫ് ദി എപ്പിഡെർമൽ സെൽസ്, യൂണിസെല്ലുലാർ എലോങ്ങേഷൻസ് ഓഫ് ദി എപ്പിഡെർമൽ സെൽസ് ഹെൽപ്പ് ടു അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. എന്തിനാണ് റൂട്ട് ഹെയർസ് ഉള്ളത്? റൂട്ടിന്റെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ ചോദിക്കാൻ പാടുണ്ടോ +1 കുട്ടികളോട് ഇല്ലേ? അതുപോലെ തന്നെ റൂട്ട് ഹെയർ എന്തിനാ? വാട്ടറും മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ട്രൈക്കോം മേ ബി മൾട്ടി സെല്ലുലാർ ബ്രാഞ്ച്ഡ് ആവാം അല്ലെങ്കിൽ അൺബ്രാഞ്ച്ഡ് ആവാം, സോഫ്റ്റ് അല്ലെങ്കിൽ സ്റ്റിഫ് ആവാം, മേ ബി
സെക്രീറ്ററി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മ്യൂക്കസോ അല്ലെങ്കിൽ വാക്സോ സംതിങ് നെക്ടറീസോ അങ്ങനെ എന്തെങ്കിലും സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹെയർ പോലെയുള്ള സ്ട്രക്ചറും ആയിരിക്കാം ട്രൈക്കോംസ്. യൂണിസെല്ലുലാർ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ യൂഷ്വലി ബ്രാഞ്ചഡ് അല്ലെങ്കിൽ അൺബ്രാഞ്ചഡ്, സോഫ്റ്റ് ഓർ സ്റ്റിഫ്, പിന്നെ സെക്രീറ്ററി ആവാം. പ്രിവെന്റ് വാട്ടർ ലോസ് ഡ്യൂ ടു ട്രാൻസ്പിറേഷൻ. എങ്ങനെയാണ്? ഇങ്ങനെ ഒരുപാട് ഹെയർസ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ ഒരുപാട് വാട്ടർ ട്രാൻസ്പിറേഷൻ വഴി ഈ പ്ലാന്റിന്റെ ബോഡിയിൽ നിന്ന് പോവാതെ തടഞ്ഞു വെക്കും. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദി എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. അടുത്തത് ഏതാണ്? ഗ്രൗണ്ട് ലെവല് അല്ലെ? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ഓൾ ടിഷ്യൂസ് എക്സെപ്റ്റ് എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് വാസ്കുലാർ ബണ്ടിൽ ഒഴികെയുള്ള ബാക്കിയൊക്കെ ഗ്രൗണ്ട് ടിഷ്യൂ. ഇത് ഭയങ്കര സിമ്പിൾ ആണല്ലേ. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു ഇതാണ് എന്ന് പറഞ്ഞതുപോലെ എപ്പിഡെർമൽ ടിഷ്യൂസും വാസ്കുലാർ ടിഷ്യൂസും ഒഴികെയുള്ള ബാക്കിയൊക്കെ ഗ്രൗണ്ട് ടിഷ്യൂസ് ആണ്. വളരെ സിമ്പിൾ. Okay, constitute the ground tissue. It consists of simple tissues such as parenchyma, collenchyma and sclerenchyma. ഇവർ മൂന്ന് പേരും ആയിരിക്കും അധികവും ഗ്രൗണ്ട് ടിഷ്യൂവിൽ ഉണ്ടാവുക. പാരൻകൈമാറ്റിക് സെൽസ് ആർ യൂഷ്വലി പ്രസന്റ് ഇൻ കോർട്ടെക്സ്. ശ്രദ്ധിക്കുക, കോർട്ടെക്സ്, പെരിസൈക്കിൾ, പിത്ത് ആൻഡ് മെഡുലറി റേസ് ഇൻ ദ പ്രൈമറി സ്റ്റെം ആൻഡ് റൂട്ട്. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. നിങ്ങൾ ഈ കോർട്ടെക്സ്, പെരിസൈക്കിള്, മെഡുലറി റേ ഇതൊക്കെ പറഞ്ഞ് കേട്ട് പഠിക്കും. ഇപ്പം പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് പാരൻകൈമാറ്റിക് സെൽസ് കൂടുതലായിട്ട് കാണുന്നത്. ആൻഡ് ഇൻ ലീവ്സ് ദ ഗ്രൗണ്ട് ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് തിൻ വാൾഡ് ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് സെൽസ് കോൾഡ് മീസോഫിൽ. ഇതും നിങ്ങൾ ലേറ്റർ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. പാരൻകൈമ സെൽസ് തന്നെ ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് ആണെങ്കിൽ ക്ലോറൻകൈമ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ലീഫിൽ അത് നമ്മൾ മീസോഫിൽ ടിഷ്യൂസ് എന്നാണ് പറയാം. മീസോഫിൽ അത് തന്നെ പാലിസൈഡിൻ്റെ സ്പോഞ്ചി ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഗ്രൗണ്ട് ടിഷ്യൂ. അടുത്തത് ഏതാണ്? വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. കൺസിസ്റ്റ് ഓഫ് കോംപ്ലക്സ് ടിഷ്യൂസ്, ദ ഫ്ലോയം ആൻഡ് ദ സൈലം. വാസ്കുലാർ ടിഷ്യൂസ് ഏതൊക്കെയാണ്? കണ്ടക്ടിങ് ടിഷ്യൂ സിസ്റ്റം, അങ്ങനെ ഒരു പേരും കൂടി ഉണ്ടല്ലോ. സോ കണ്ടക്ടിങ്, വാട്ടർ കണ്ടക്ടിങ് ആൻഡ് ഫുഡ് കണ്ടക്ടിങ് ഏതൊക്കെയാണ്? സൈലവും ഫ്ലോയവും. ദ സൈലം ആൻഡ് ഫ്ലോയം ടുഗദർ കൺസ്റ്റിറ്റ്യൂട്ട് ദ വാസ്കുലാർ ബണ്ടിൽസ്. ഒരു ബണ്ടിലായിട്ടാണ് ഇവർ ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത്. ഡൈക്കോട്ടിലിഡൻ സ്റ്റെം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡൈക്കോട്ടില് ക്യാമ്പിയം പ്രസന്റ് ആണ്. ക്യാമ്പിയം എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യാൻ എബിലിറ്റി ഉള്ള, അതായത് സൈലവും ഫ്ലോയവും ഉണ്ടാക്കാൻ ക്യാപ്പബിലിറ്റി ഉള്ള സെൽസിനെയാണ് ക്യാമ്പിയം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡൈക്കോട്ടില് ക്യാമ്പിയം ഉണ്ട്. എന്തുകൊണ്ടാണ് ഡൈക്കോട്ടില് ക്യാമ്പിയം ഉണ്ടെന്ന് പറയുന്നത്? വൺസ് സൈലവും ഫ്ലോയും ഒരു പ്ലാന്റിൽ ഉണ്ടെങ്കിൽ അത് പ്രൈമറി പ്ലാന്റ് സ്ട്രക്ചറിൽ സൈലവും ഫ്ലോയും ഉണ്ടാവാം. സെക്കൻഡറി ഗ്രോത്ത് നടക്കുമ്പോൾ ഈ പ്ലാന്റ് നല്ല തടിച്ചു കൊടുത്ത് വലിയ മരമാവണ്ടേ, അതിന് സെക്കൻഡറി ഗ്രോത്ത് വേണം. ആ സെക്കൻഡറി ഗ്രോത്ത് നടക്കുമ്പോൾ പുതിയതായിട്ട് സൈലവും പുതിയതായിട്ട് ഫ്ലോയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെയറാണ് ക്യാമ്പിയം ലെയർ. അത്ര ആലോചിച്ച് വെക്കുക. ക്യാമ്പിയം, ഈ ഒരു ക്യാമ്പിയം എവിടെയുണ്ട്? ഡൈക്കോട്ടിലുണ്ട്. ആൻഡ് ഹെൻസ് ഡൈക്കോട്സ് ആർ ഏബിൾ ടു അണ്ടർഗോ സെക്കൻഡറി ഗ്രോത്ത്. സെക്കൻഡറി ഗ്രോത്ത് നടക്കാൻ എബിലിറ്റി ഉള്ള ഏക ആൾക്കാർ ഡൈക്കോട്സ് ആണ്. മോണോകോട്ടിനില്ല. മോണോകോട്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആരൊക്കെ ഈ മോണോകോട്ട് ഏതൊക്കെയാ? നമ്മളെ കുഞ്ഞു പുല്ലുകള്, ചെടികള്, മുള, ഇതൊക്കെയാണ് മോണോകോട്ട്. ഇതിനൊന്നും വലിയ തടി പോലെയുള്ള മരത്തടിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് സെക്കൻഡറി ഗ്രോത്ത് ഇല്ലാത്ത ആൾക്കാരാണ്. സോ ഡൈക്കോട്ടിലാണ് ക്യാമ്പിയം ഉള്ളത്. മോണോകോട്ടിന് ക്യാമ്പിയം ആബ്സെന്റ് ആണ്. ഇനി ഡൈക്കോട്ടില് ഫ്ലോയത്തിനും സൈലത്തിനും ഒരു ബണ്ടിലായിട്ടാണല്ലോ ഉള്ളത്. ഫ്ലോയത്തിനും സൈലത്തിനും ഇടയിൽ ക്യാമ്പിയം ഉള്ളത് കൊണ്ട് അതിനെ ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്ന് വിളിക്കും. ക്യാമ്പിയം ഉള്ളത് കൊണ്ട്, ഓക്കെ, നോട്ട് ദ പോയിന്റ്. ഇത് ഫ്ലോയം, ഇത് സൈലം, ഇത് ഫ്ലോയം, ഇത് അവർക്കിടയിൽ ആ ഒരു വാസ്കുലാർ ബണ്ടിലിന്റെ ഇടയിൽ ഈ ബണ്ടിൽ ഇങ്ങനെ തന്നെ കൺജോയിന്റ് ആയിട്ട് കിടക്കണം തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് നിങ്ങൾ ലേറ്റർ പഠിക്കും. അതിൻ്റെ ഇടയ്ക്ക് ക്യാമ്പിയം ഉണ്ടെങ്കിൽ ദിസ് ഈസ് നോൺ ആസ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ. ഓപ്പൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ദ സെക്കൻഡറി ഗ്രോത്ത്. സെക്കൻഡറി ഗ്രോത്തിന് ഓപ്പൺ ആണ് അത്. ഓക്കെ, ഇനി മോണോകോട്ടിലാണെങ്കിലോ ക്യാമ്പിയം ആബ്സെന്റ് ആണ്, ക്യാമ്പിയം ഇല്ല. ഹെൻസ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. അതുകൊണ്ട് അതിനെ ക്ലോസ്ഡ് എന്നാണ് പറയാ. ഓക്കെ, ഇതാണ് സൈലം, അതാണ് ഫ്ലോയം. അതിനിടയ്ക്ക് ക്യാമ്പിയം ഇല്ല, അത് ക്ലോസ്ഡ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് ഫോർ സെക്കൻഡറി ഗ്രോത്ത്. ഓക്കെ,
In root, xylem and phloem within a vascular bundle are arranged in a ഒരു വാസ്കുലാർ ബണ്ടിൽ സൈലവും ഫ്ലോയും ഇങ്ങനെയല്ല. എങ്ങനെയാണെന്നറിയോ? ഓൾട്ടർനേറ്റ് മാനർ ആയിട്ടാണ് റൂട്ടിലുള്ളത്. ഇത് കണ്ടാൽ അറിയാം സ്റ്റെമ്മിലാണെന്ന്. കാരണം ഇവർ ഒരു സിംഗിൾ ബണ്ടിലായിട്ടാണ് സൈലവും ഫ്ലോയും നിൽക്കുക ഇത് സ്റ്റെമ്മില്. പക്ഷെ റൂട്ടിലാണെങ്കിൽ എങ്ങനെയാണെന്നറിയോ? സൈലം ഇവിടെയാണെങ്കിൽ ഫ്ലോയും ഇവിടെ, സൈലം എവിടെയാണെങ്കിൽ ഫ്ലോയും ഇവിടെ. ഓൾട്ടർനേറ്റ് മാനർ ആയിട്ടാണ് നിൽക്കുക. രണ്ട് ബണ്ടിലായിട്ടാണ് കാണുക, വാസ്കുലാർ ബണ്ടിൽസ്. ഓക്കെ, ഇൻ ഡിഫറെന്റ് റേഡിയസിൽ. ഓക്കെ, ഓരോ റേഡിയസിൽ. പക്ഷെ ഇവർ ഒരൊറ്റ റേഡിയസിലാണല്ലേ സൈലും ഫ്ലോയും ഉള്ളത്. അതാണ് ഇതിന്റെ വ്യത്യാസം. സ്റ്റെമ്മില് സെയിം റേഡിയയിൽ ഒരൊറ്റ ബണ്ടിലായിട്ടാണ് സൈലും ഫ്ലോയും കാണുക. അത് ഡൈക്കോട്ട് ആണെങ്കിൽ കാമ്പിയം ഉണ്ട്, ഓപ്പൺ ആണ്. മോണോക്കോട്ട് ആണെങ്കിൽ കാമ്പിയം ഇല്ല, ക്ലോസ്ഡ് ആണ്. റൂട്ടിലാണെങ്കിൽ അവർ ഡിഫറെന്റ് റേഡിയയിലാണ് സൈലും ഫ്ലോയും കാണുക. ഓക്കെ, റൂട്ടിൽ തന്നെ ഡൈക്കോട്ടിലാണെങ്കിൽ കാമ്പിയം ഉണ്ട്, അത് ഓപ്പൺ ക്ലോസ്ഡ് എന്ന് നമ്മൾ പറയില്ല റൂട്ടിന്റെ കേസിൽ. ഡൈക്കോട്ടിലാണെങ്കിൽ കാമ്പിയം ഉണ്ട്, മോണോക്കോട്ടിലാണെങ്കിൽ കാമ്പിയം ഇല്ല. ഓക്കെ, വാസ്കുലാർ ബണ്ടില് റേഡിയൽ കൺജോയിന്റ്. റേഡിയൽ എവിടെയാ വരുന്നത്? റേഡിയൽ നമ്മൾ റൂട്ടിലാണ് പഠിച്ചത്. സൈലം ആൻഡ് ഫ്ലോയം within a vascular bundle are arranged in an alternate manner along the different radii. It is a typical example of roots. Okay, conjoined. Xylem and phloem are jointly situated along the same radius. ഇങ്ങനെ along the same radius. നേരത്തെ സൈലം ഫ്ലോയം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. വാസ്കുലാർ റേഡിയസ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ കോമൺ ഇൻ സ്റ്റെം ആൻഡ് ലീവ്സ്. സ്റ്റെമ്മിലും ലീഫിലും ഒക്കെ ഇങ്ങനെയാണുള്ളത്. യൂഷ്വലി ഹാവ് ദ ഫ്ലോയം ലൊക്കേറ്റഡ് ഓൺലി ഓൺ ദ ഔട്ടർ സൈഡ് ഓഫ് ദ സൈലം. ഞാൻ എപ്പോഴും ഫ്ലോയം മുകളിലല്ലേ വരയ്ക്കുന്നത്, ബിക്കോസ് ഫ്ലോയം യൂഷ്വലി മുകളിലേക്കാണ് ഉണ്ടാവുക, സൈലമാണ് ഉള്ളോട്ടേക്ക് ഉണ്ടാവുക. ഓക്കെ, സോ ദിസ് ഇസ് ദ ടിപ്പിക്കൽ സ്ട്രക്ചർ. ആൻഡ് ഇത് ഏതിലാണ് നമുക്ക് കണ്ണും പൂട്ടി പറയാം. ഇത് റൂട്ടിന്റെ കേസ് ആണ് അല്ലെ. റൂട്ടിലാണ് സൈലം ഫ്ലോയം ഇങ്ങനെ റേഡിയൽ ഓൾട്ടർനേറ്റ് മാനറിൽ കാണുക ഇൻ ഡിഫറെന്റ് റേഡിയായി. These are situated on the same single bundle, xylem towards inner side and phloem towards outer side, and there is no cambium, hence it is monocot. Alle monocot, this is monocot and this is closed bundle, and this is open bundle because the cambium is present and xylem towards the inner side and phloem towards the outer side, cambium present in between this. They are on the same radii. Dicot. Okay, സോ ഇത്രയും സിമ്പിൾ ആണ് നമ്മൾ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്നത് ടിഷ്യൂ സിസ്റ്റം നമ്മൾ പഠിച്ചല്ലോ. ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് പഠിച്ചല്ലോ. ഇനി അങ്ങോട്ട് ഏതൊക്കെ ഡൈക്കോട്ടിലും മോണോക്കോട്ടിലും സ്റ്റെമ്മിലും റൂട്ടിലും ഒക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്നുള്ളത് ഒരു ഐഡിയയും കൂടി ഉണ്ടാക്കി വെച്ചാൽ മതി. സിമ്പിൾ ആണ്. ഓക്കെ, അനാട്ടമി ഓഫ് ഡൈക്കോട്ടിലിഡോണസ് ആൻഡ് മോണോക്കോട്ടിലിഡോണസ് പ്ലാന്റ്സ്. ഡൈക്കോട്ടും മോണോക്കോട്ടും നിങ്ങൾക്ക് അറിയാലോ അല്ലെ. സോ ഡൈക്കോട്ട് പ്ലാന്റിന്റെയും മോണോക്കോട്ട് പ്ലാന്റിന്റെയും അനാട്ടമിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഡൈക്കോട്ടിന്റെയും മോണോക്കോട്ടിന്റെയും അത് റൂട്ട് ഉണ്ടാവും, സ്റ്റെം ഉണ്ടാവും. ഡൈക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് സ്റ്റെം, മോണോക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് സ്റ്റെം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ലീഫിന്റെയും പഠിക്കും. ഓക്കെ, ആദ്യം ഡൈക്കോട്ടിലിഡോണസ് റൂട്ട്. ആദ്യം നമ്മൾ റൂട്ടാണ് പഠിക്കാൻ പോകുന്നത്. സോ റൂട്ടിന് എന്തായിരിക്കും? റൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കണം? സൈലവും ഫ്ലോയും ഡിഫറെന്റ് റേഡിയസിലാണ് ഉള്ളത്. ഡൈക്കോട്ട് റൂട്ട് ആയതുകൊണ്ട് ദർ വിൽ ബി കാമ്പിയം പ്രസന്റ്. കാമ്പിയം നമ്മൾ ഇവിടെ കാണിക്കില്ല, ബിക്കോസ് സെക്കൻഡറി ഗ്രോത്തിന്റെ കേസിലാണ് അവിടെ കാമ്പിയം പറയാം നമ്മൾ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ടിപ്പിക്കൽ സ്ട്രക്ചർ. നിങ്ങൾ ഇങ്ങനെ ഒരു റഫ് എങ്ങനെയെന്നറിയോ, ഇങ്ങനെ ഒന്ന് വരയ്ക്കാൻ പഠിച്ചേക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മറന്നു പോവില്ല. കുറച്ച് റൂട്ട് എയർ ഒക്കെ വരച്ച്, എന്നിട്ട് ഇങ്ങനെ കുറച്ച് സെല്ലൊക്കെ വരച്ച്, ഇങ്ങനെ പിന്നെ കുറച്ച് ബ്ലാങ്ക് കിട്ടോ, എന്നിട്ട് ഇങ്ങനെ ഒരു സെല്ല് വരയ്ക്കുക, പിന്നെ ഇങ്ങനെ വരയ്ക്കുക. അങ്ങനെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിൽ എപ്പോഴും ഡൈക്കോട്ട് റൂട്ട് എന്ന് പറഞ്ഞ് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളിലുള്ള സെൽസ് ഏതൊക്കെയാന്നുള്ളത് നമ്മളെ വര കണ്ടാൽ തന്നെ പറയാം. ദിസ് ഇസ് എ സിംഗിൾ ലെയർ ഓഫ് എപ്പിഡെർമിസ് വിത്ത് റൂട്ട് ഹെയർസ്, ക്യൂട്ടിക്കിൾ വിൽ ബി പ്രസന്റ്, അങ്ങനെയൊക്കെ പറഞ്ഞൂടെ. ഓക്കെ, പക്ഷേ ക്യൂട്ടിക്കിൾ എപ്പിഡെർമിസ് എല്ലാത്തിനും ഇല്ല, റൂട്ടല്ലേ. റൂട്ടിന്റെ മുകളിൽ വെള്ളത്തിന് കടത്തി വിടാത്ത ഒരു വാക്സി കോട്ടിംഗ് ഉണ്ടെങ്കിൽ വെള്ളം കയറുമോ? ഇല്ല. ഇപ്പൊ റൂട്ട് ആയതുകൊണ്ട് ക്യൂട്ടിക്കിൾ നമ്മൾ വരയ്ക്കാൻ പാടില്ല, അതും നോട്ട് ദ പോയിന്റ്. ഓക്കെ, എപ്പിഡെർമിസ്, റൂട്ട്, ഹെയർ, കോർട്ടെക്സ്. സിൻസ് വി ആർ ഹാൻഡ്ലിംഗ് റൂട്ട്, എന്തായാലും ആലോചിക്കണം, ക്യൂട്ടിക്കിൾ എഴുതരുത് കേട്ടോ. എപ്പിഡെർമിസ് ഉണ്ട്, ഔട്ടർ ലെയർ സിംഗിൾ ലെയർ എപ്പിഡെർമിസ് ആയിരിക്കും. റൂട്ട് ഹെയർ ഉണ്ടാവും, യൂണിസെല്ലുലാർ ആയിരിക്കും. റൂട്ട് ഹെയറിനെ കുറച്ച് തള്ളി കയറ്റി വിടുക. എന്നിട്ട് കോർട്ടെക്സ്,
നമ്മുടെ ഗ്രൗണ്ട് ടിഷ്യൂ, എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം കഴിഞ്ഞു. അടുത്ത ഗ്രൗണ്ട് ടിഷ്യൂ. ഗ്രൗണ്ട് ടിഷ്യൂല് കോർട്ടെക്സ്. ആദ്യം സെവറൽ ലെയേഴ്സ് ഓഫ് പാരങ്കൈമ സെൽസ്. സെവറൽ ലെയേഴ്സ് ഓഫ് പാരങ്കൈമ സെൽസ് വിത്ത് ഇന്റർ സെല്ലുലാർ സ്പേസ്. അല്ലേ, നമ്മൾ ഇങ്ങനെയല്ലേ വരച്ചത്? ദീസ് ആർ പാരങ്കൈമ സെൽസ്, കോർണറിലെ തിക്നെസ് ഒന്നുമില്ല, നല്ലപോലെ ഇന്റർ സെല്ലുലാർ സ്പേസസ് ഒക്കെ ഉണ്ട്. സെവറൽ ലെയേഴ്സ് കോർട്ടെക്സ്. ഓക്കെ, ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദി കോർട്ടെക്സ് ഇസ് എൻഡോഡെർമിസ്. ഓക്കെ, ഇതില് ദാ ഈ റോസ് കളറിൽ കാണിക്കുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലല്ലേ? ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് കോർട്ടെക്സ് ഇസ് എൻഡോഡെർമിസ്. അത് യൂണിസെല്ലുലാർ ആയിരിക്കും. ഒരൊറ്റ സെല്ലിന്റെ തിക്നെസ്സിലുള്ള ഒരൊറ്റ സെൽസ് ഉള്ള ഒരു ലെയർ ആയിരിക്കും എൻഡോഡെർമിസ്. സിംഗിൾ ലെയർ ആണ്. ബാരൽ ഷേപ്ഡ് സെല്ല്, ബാരൽ ഷേപ്ഡ് സെല്ലാണ്, ബാരൽ ഷേപ്ഡ് സെല്ലാണ് വിത്തൗട്ട് ഇന്റർ സെല്ലുലാർ സ്പേസ്. നോക്കിയേ മക്കളെ, ഇതിനിടയ്ക്ക് ഇന്റർ സെല്ലുലാർ സ്പേസ് ഉണ്ടോ? ഇല്ല, നല്ല ബാരൽ ഷേപ്ഡ് സെല്ലാണ്, സിംഗിൾ ലെയർ ആണ് ഇന്നർമോസ്റ്റ് സെൽസ് ഓഫ് ദി കോർട്ടെക്സ്. ഞാൻ പറഞ്ഞു, ഇനിതാ ഇങ്ങനെ വരയ്ക്കുക. അത്രയും ഒരു റഫ് ഫിഗർ. നമുക്ക് എപ്പോൾ ചോദിച്ചാൽ ഇത് വരയ്ക്കാനും പറ്റണം, അതിനുള്ളിലുള്ള സെൽസിനെ ഐഡന്റിഫൈ ചെയ്യാനും പറ്റണം. So several layers of large intercellular spaced parenchyma cells. പിന്നെ innermost layer of the cortex is the single layered barrel shaped endodermis. Okay. അടുത്തത് എൻഡോഡെർമിസിൽ എന്തുണ്ട്? കാസ്പാരിയൻ സ്ട്രിപ്പ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഇത് ഇപ്പം പഠിക്കുന്നതാണ്. കാസ്പാരിയൻ സ്ട്രിപ്പ് സുബറിൻ ഡെപ്പോസിറ്റ് ഉള്ള, വാട്ടർ കടത്തി വിടാത്ത, അതായത് വാട്ടർ റിപ്പല്ലൻ്റ് ആയിട്ടുള്ള സുബറിൻ ഡെപ്പോസിറ്റ് ഉള്ള കാസ്പാരിയൻ സ്ട്രിപ്പ് എവിടെ? എൻഡോഡെർമിസിൽ മുഴുവനല്ല, എൻഡോഡെർമിസിന്റെ റേഡിയൽ വാളിൽ കാസ്പാരിയൻ സ്ട്രിപ്പ് ഉണ്ട്. ഈ റേഡിയൽ വാൾസിൽ കാസ്പാരിയൻ സ്ട്രിപ്സ് ഉണ്ട്. സുബറിൻ ഡെപ്പോസിറ്റ് ആണ് കാസ്പാരിയൻ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സ്റ്റീൽ. വോട്ട് സ്റ്റീലാർ റീജൻ, അതായത് എൻഡോഡെർമിസിന് ഉള്ളോട്ടേക്കുള്ളത് മുഴുവൻ സ്റ്റീലാണ്. ഓക്കെ, അപ്പം എക്സ്ട്രാ സ്റ്റീലാർ റീജൻ എന്ന് പറയുന്നത് എൻഡോഡെർമിസിന് പുറത്തേക്കുള്ളത്, ഇൻട്രാ സ്റ്റീലാർ എന്ന സ്റ്റീലിന് ഉള്ളിലുള്ളതൊക്കെ. ഓക്കെ, എൻഡോഡെർമിസിന് ഉള്ളിലുള്ളത് അതാണ് സ്റ്റീൽ. സ്റ്റീലിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ എൻഡോഡെർമിസ് ഉണ്ടാവും, പെരിസൈക്കിൾ ഉണ്ടാവും, വാസ്കുലാർ ബണ്ടിൽ ഉണ്ടാവും, പിത്ത് ഉണ്ടാവും. ഓക്കെ, ദീസ് ആർ സ്റ്റീൽ. ആദ്യം പെരിസൈക്കിൾ. എൻഡോഡെർമിസ് കഴിഞ്ഞിട്ട് പെരിസൈക്കിൾ ആണല്ലോ വരുന്നത്. തിക്ക് വാൾഡ് പാരങ്കൈമാറ്റ സെൽസ് ഏതാണ്? തിക്ക് വാൾഡ് പാരങ്കൈമാറ്റ സെൽസ് ആണ്. ഇതിനുള്ളിൽ ആദ്യം തിക്ക് വാൾഡ് ആയിട്ടുള്ള പാരങ്കൈമാറ്റ സെൽസ് പെരിസൈക്കിൾ ഉണ്ട്. ഓക്കെ, പെരിസൈക്കിൾ മാർക്ക് ചെയ്തു. അടുത്തത് പിത്ത്. പെരിസൈക്കിളിന്റെ ഇടയ്ക്ക് വാസ്കുലാർ ബണ്ടിൽ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പിത്ത് പറഞ്ഞാലും മതി. ഓക്കെ, പിത്ത് പറഞ്ഞേക്കാം. സ്മോൾ ആൻഡ് ഇൻകൺസ്പീഷ്യസ്. പിത്ത് എന്ന് പറയുന്നത് വാസ്കുലാർ ബണ്ടിൽ കഴിഞ്ഞിട്ട് ഈ ഒരു റീജൻ ആണ് പിത്ത്. വളരെ ചെറുതല്ലേ, സ്മോൾ ആണ്, വലിയ പ്രത്യേകതയൊന്നുമില്ലാത്ത പിത്ത്. ഇൻകൺസ്പീഷ്യസ് ആയിട്ടുള്ള പിത്ത്, സ്മോൾ ആൻഡ് ഇൻകൺസ്പീഷ്യസ് പിത്ത്. അടുത്തതായിട്ട് വാസ്കുലാർ ബണ്ടിൽസ്. സൈലവും ഫ്ലോയും വേറെ ബണ്ടിലാണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. അത് എത്ര എണ്ണം ഉണ്ടടാ? ഇവിടെ നമ്മൾ ചിത്രത്തിൽ 4 എണ്ണമാണ്. അതായത് 2 മുതൽ 4 വരെ ബണ്ടിൽസ് ഉണ്ടാവും. സൈലം 2 to 4, ഫ്ലോയും 2 to 4. ഈ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെ ഈ സൈലത്തിന്റെ ഇടയിൽ ഇവിടെയുള്ള കുഞ്ഞു സെൽസ് ആണ് ഫ്ലോയോ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തിട്ട് കണ്ടോ, ഇതൊക്കെയാണ് ഫ്ലോയം. ഈ റെഡ് ആണ് സൈലം. ഓക്കെ, റെഡ് ആണ് സൈലം, ഇതൊക്കെയാണ് ഫ്ലോയം. ആൻഡ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ചാപ്റ്ററിൽ കുറെ വെട്ടിച്ചുരുക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിന് മുന്നേ നിങ്ങൾ പഠിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ആദ്യം ഈ സൈലം സെൽസ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ആദ്യം പ്രൈമറി സെൽസ്, ആദ്യം പ്രോട്ടോസൈലം, ആദ്യം ഉണ്ടാവുന്ന സൈലംസ് ഒക്കെ വളരെ ചെറിയ സൈലമായിരിക്കും. പിന്നീട് ഉണ്ടാവുന്ന സൈലം ഒക്കെ, രണ്ടാമതുണ്ടാവുന്നതൊക്കെ വളരെ വലിയ സൈലമായിരിക്കും, സൈലം സെൽസ് ആയിരിക്കും. സോ ഇത് പ്രോട്ടോസൈലം, ഇത് മെറ്റാസൈലം. ഓക്കെ, പ്രോട്ടോസൈലവും മെറ്റാസൈലവും. പ്രോട്ടോസൈലം ചെറുതും മെറ്റാസൈലം വലുതും. ഞാൻ ചോദിക്കട്ടെ, ഇതാണോ പ്രോട്ടോസൈലം, ഇതാണോ മെറ്റാസൈലം? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇതാണോ പ്രോട്ടോസൈലം, ഇതാണോ മെറ്റാസൈലം? ചെറുത് പ്രോട്ടോസൈലം അല്ലേ, ചെറുത് പ്രോട്ടോസൈലം, ഈ വലുത് മെറ്റാസൈലം. സോ ഈ റൂട്ടിൽ നമ്മളിപ്പോൾ ഈ ഹെക്സഗണൽ ഷേപ്പിലാണല്ലോ വരച്ചത്. നമുക്ക് റൗണ്ടിൽ വരയ്ക്കുകയാണെങ്കിൽ കുഞ്ഞി പ്രോട്ടോസൈലം പുറത്തേക്ക്, വലിയ മെറ്റാസൈലം ഉള്ളോട്ട്. ഇങ്ങനെയല്ലേ കാണിക്കുന്നേ അല്ലേ? ഓക്കെ, സോ പ്രോട്ടോസൈലം ടുവേർഡ്സ് എ പെരിഫറി, പുറത്തേക്ക്, അല്ലെങ്കിൽ മെറ്റാസൈലം ടുവേർഡ്സ് എ പിത്ത്. ഇതല്ലേ പിത്ത് റീജിയൻ. മെറ്റാസൈലം ടുവേർഡ്സ് എ പിത്ത് ഓർ പ്രോട്ടോസൈലം ടുവേർഡ്സ് എ പെരിഫറി. സോ ഇതിനെയാണ് നമ്മൾ എക്സാർക്ക് അറേഞ്ച്മെന്റ് എന്ന് പറയാ.
എക്സാർക്ക് അറേഞ്ച്മെന്റ്. ഇനി പ്രോട്ടോസൈലം ഉള്ളോട്ടായിരുന്നെങ്കിലോ എൻഡാർക്ക് അറേഞ്ച്മെന്റ് ആയിരിക്കും. പക്ഷേ റൂട്ടില് ഇറ്റ്സ് ഓൾവേസ് എക്സാർക്ക് അറേഞ്ച്മെന്റ്. റൂട്ടില് എക്സാർക്ക് അറേഞ്ച്മെന്റ് ആണ്. റൂട്ടില് എക്സാർക്ക് അറേഞ്ച്മെന്റ് ആണ്, മറക്കരുത്. ഓക്കെ, പ്രോട്ടോസൈലം ടുവേർഡ്സ് എ പെരിഫറി ആൻഡ് മെറ്റാസൈലം ടുവേർഡ്സ് എ പിത്ത്. സോ ഇവിടെ നമ്മൾ റൂട്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ പ്രോട്ടോസൈലം എഗെയിൻസ് അല്ലെങ്കിൽ മെറ്റാസൈലം ടുവേർഡ്സ് എ പിത്ത് അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ സെൻട്രിഫ്യൂഗൽ എന്നൊക്കെ പറയും. നിങ്ങൾക്ക് അതൊന്നും കൺഫ്യൂഷൻ ആക്കണ്ട. സൈലം 2 to 4, ഫ്ലോയം 2 to 4. കൺജങ്ക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഇസ് പാരങ്കൈമാറ്റിക് സെൽസ് ലൈ ബിറ്റ്വീൻ ദ സൈലം ആൻഡ് ഫ്ലോയം. സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് നോക്കിയേ, സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് ഒരുപാട് സെൽസ് ഉണ്ട്. ഇതിനെ കൺജങ്ക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയും. കൺജങ്ക്റ്റീവ് ടിഷ്യൂസ് പാരങ്കൈമാറ്റിക് സെൽസ് ആണ്, ലൈ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം. കാമ്പിയം ഇസ് പ്രസന്റ് ബിക്കോസ് സിൻസ് ഇറ്റ് ഇസ് ഡൈക്കോട്ട്, കാമ്പിയം ഉണ്ടെന്ന് നമ്മൾ പറയണം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഡൈക്കോട്ട് റൂട്ട്. അടുത്തത് മോണോകോട്ട് റൂട്ട്. ഇറ്റ്സ് വളരെ സിമ്പിൾ ആടാ മോണോകോട്ട് റൂട്ട്. ഡൈക്കോട്ട് റൂട്ടും മോണോകോട്ട് റൂട്ടും വളരെ സിമ്പിൾ ആണ്. ഇതിൽ നമ്മൾ നേരത്തെ ഹെക്സഗണൽ ഷേപ്പ് അല്ലേ വരച്ചത്, അതായത് കാണിച്ചത്. അത് നമ്മൾ റൗണ്ട് ആക്കാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാം ചിത്രത്തില്. ബിക്കോസ് അത് ഡൈക്കോട്ട് ആയതുകൊണ്ടാണ്. മോണോകോട്ട് നമ്മളിങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതും ഇതും ഒരുപോലെ കാണിക്കണ്ടല്ലോ. ഇതും നമുക്ക് റഫ് ഫിഗർ വരയ്ക്കാം. ഇതിൽ തന്നെ ഇങ്ങനെ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? എപ്പിഡെർമിസ് ഉണ്ട്, ക്യൂട്ടിക്കിൾ ഇല്ല, അപ്പൊ തന്നെ നമുക്കറിയാം ഇത് റൂട്ടാണ് അല്ലേ. റൂട്ട് ഹെയേഴ്സ് ആണ് ഉണ്ടെന്ന് പറയാം നമുക്ക്. കോർട്ടെക്സ്, പാരങ്കൈമാറ്റസ് ആണ്, ഒരുപാട് എണ്ണം ഉണ്ട്. എൻഡോഡെർമിസ് ഉണ്ട്. പിന്നെ സൈലം ബണ്ടിൽസ് എത്ര എണ്ണം ഉണ്ട്? 2 or 4 ആണോ? അല്ല, ഒരുപാട് എണ്ണം ഉണ്ട്. ഫ്ലോയം അതിനിടയ്ക്കുണ്ട്, പിത്തുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കിയാലോ. ഇതാ എപ്പിഡെർമിസ്, കോർട്ടെക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിള്, വാസ്കുലാർ ബണ്ടിൽസ്, സൈലം മോർ ദാൻ 6. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ വാസ്കുലാർ ബണ്ടിൽ വെരി ഫ്യൂ ആയിരുന്നു, 2 to 4. ഇവിടെ വാസ്കുലാർ ബണ്ടിൽ മോർ ദാൻ 6 ആണ്. അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആണ് ഡൈക്കോട്ടിൽ നിന്നും മോണോകോട്ടിനെ വ്യത്യസ്തമാക്കുന്നത്. സൈലം ബണ്ടിൽസ് മോർ ദാൻ 6. ഫ്ലോയം ഉണ്ട്. പിത്ത് ലാർജ് ആൻഡ് വെൽ ഡെവലപ്ഡ്. ഇവിടെ പിത്ത് കുറച്ചും കൂടി വലുതാണെന്നാണ് അവർ പറയുന്നത്. ചിത്രത്തിൽ അത്ര വലുതായിട്ട് കാണിക്കുന്നില്ലെങ്കിലും ഒറിജിനലി അത് വലുതാണ്. പിത്ത് ലാർജ് ആണ്, വെൽ ഡെവലപ്ഡ് ആണ്. ആൻഡ് നമുക്കറിയാം ഏതാണ് എക്സാർക്ക് കണ്ടീഷൻ ആണ് അല്ലേ. എക്സാർക്ക് കണ്ടീഷൻ അല്ലേ, എൻഡാർക്ക് അല്ലല്ലോ. എക്സാർക്ക് ആണ്. എക്സാർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ പറയണം അത് റൂട്ടാണെന്ന്. റൂട്ടാണോ സ്റ്റെം ആണോ എന്ന് നോക്കാനുള്ള ഏറ്റവും ടിപ്പിക്കൽ എക്സാമ്പിൾ ഒന്ന് നമുക്ക് ക്യൂട്ടിക്കൽ ഉണ്ടോ നോക്കാം. പക്ഷെ ക്യൂട്ടിക്കൽ ഒന്നും മൈക്രോസ്കോപ്പിൽ അത്ര വ്യത്യാസമായിട്ട് കാണില്ല, ചിത്രത്തിലുണ്ടെങ്കിലും. അപ്പൊ നമുക്ക് ഇത് നോക്കാം. സൈലം, ഈ കുഞ്ഞു സൈലം പുറത്തേക്കാണെങ്കിൽ അത് എക്സാർക്ക് ആണ്, ഡെഫിനറ്റ്ലി അത് റൂട്ടാണ്. ഏതർ ഇറ്റ് ഇസ് എ മോണോകോട്ട് or ഇസ് എ ഡൈക്കോട്ട്. മോണോകോട്ട് ആണെങ്കിൽ ഒരുപാട് ബണ്ടിൽസ് ഉണ്ടാവും, പിത്ത് അത്യാവശ്യം വലുതായിരിക്കും. മറ്റേതാണെങ്കിലോ 2 മുതൽ 4 ബണ്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പിത്ത് ചെറുതായിരിക്കും. സിമ്പിൾ. ഇത്ര പണിയുള്ളൂ മോണോകോട്ടിന്റെയും ഡൈക്കോട്ടിന്റെയും റൂട്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ഇനി അടുത്തതായിട്ട് ഡൈക്കോട്ടിലിഡോൺ സ്റ്റെം ആണുള്ളത്. ഡൈക്കോട്ട് സ്റ്റെം. ഓക്കെ, ഡൈക്കോട്ട് സ്റ്റെം ഇത് ട്രാൻസ്ഫേഴ്സ് സെക്ഷൻ ആണ്. സെക്ഷൻ എടുത്ത് വെച്ച് നോക്കിയിരിക്കുന്നതാണ്. ഇത് ഇവിടെ ഹോളോ അല്ലെങ്കിൽ ഒന്നും ഇല്ല, ഓട്ടയാണെന്ന് വിചാരിക്കരുത്. അവിടെയൊക്കെ സെല്ലുണ്ടാവും. ഇനി ഓട്ട ഉള്ള കേസും ഉണ്ട്, അത് വേറെ. ഓക്കെ, സോ അതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഈ ഒരു പോർഷൻ ഇല്ലേ, ഈ ഒരു പോർഷൻ അങ്ങോട്ട് എടുത്ത് വലുതാക്കി വരച്ചേക്കുന്നതാണ് ഇത്. സിമ്പിൾ. ഓക്കെ, അല്ലാതെ നമുക്ക് ആ റൗണ്ട് മുഴുവൻ വരച്ചിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടല്ലോ. ചെറിയൊരു ഭാഗം മാത്രം, വാസ്കുലാർ ബണ്ടിൽ ഉള്ള ഒരു ഭാഗം മാത്രം എടുത്ത് നോക്കിയാൽ മതി. റൂട്ടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് ഒരുപാട് വാസ്കുലാർ ബണ്ടിലുണ്ട്. ആൻഡ് ബണ്ടിൽ നോക്കിയാൽ തന്നെ അറിയാം നമുക്കിത് റൂട്ടാണോ സ്റ്റെം ആണോ എന്ന് അല്ലേ. ബണ്ടിൽ നോക്കിക്കേ, സൈലം ഫ്ലോയം ഒരൊറ്റ ബണ്ടിലായിട്ടാ, അല്ലാതെ സൈലവും ഫ്ലോയും വേറെ വേറെ അല്ല, ഒരൊറ്റ ബണ്ടിലായിട്ടാണ്. ഞാൻ ഈ ആദ്യം കൊടുത്ത ചിത്രം കണ്ടോ, ഇതിൽ നോക്കിയ മക്കളെ, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഒരൊറ്റ ബണ്ടിലാണ് കണ്ടോ, ഫ്ലോയും സൈലും ഒരൊറ്റ ബണ്ടിലാണ്. അത് കണ്ടാൽ തന്നെ ഇതൊരു സ്റ്റെമ്മിന്റെ ചിത്രമാണ്, അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലേ. അപ്പൊ അത്രയും എളുപ്പമായിരിക്കും സ്റ്റെമ്മും റൂട്ടും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് അതിന്റെ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ റൂട്ടും സ്റ്റെമ്മും. അങ്ങനെ കണ്ടാൽ മനസ്സിലാവാത്ത ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ. റൂട്ട് ഞങ്ങൾക്കൊക്കെ സെക്ഷൻ എടുക്കാൻ തരും. റൂട്ടും സ്റ്റെം, റൂട്ട് ഏതാ സ്റ്റെം ഏതാന്നൊന്നും മനസ്സിലാവില്ല, ഒരേപോലെ ഉണ്ടാവും. പക്ഷെ നമുക്ക് സെക്ഷൻ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. സോ വാസ്കുലാർ ബണ്ടിൽ ഒരു സെയിം ബണ്ടിലാണ്. ഒന്ന് നോക്കണേ, നമുക്കിതാ അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. എപ്പിഡെർമിസ് യൂണിസെരിയേറ്റ് എപ്പിഡെർമിസ് ആയിരിക്കും. ട്രൈക്കോംസ് ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി. ആൻഡ് സ്റ്റൊമാറ്റോ ഉണ്ടെങ്കിൽ എഴുതണം. സ്റ്റൊമാറ്റോ ഉണ്ടാവും. റൂട്ടിൽ സ്റ്റൊമാറ്റോ ഉണ്ടാവേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല, എപ്പിഡെർമിസിൽ ഉണ്ടാവും. ഇവിടെ ട്രൈക്കോംസ് ആൻഡ് സ്റ്റൊമാറ്റ കണ്ടോ. ആൻഡ് കോർട്ടെക്സ്.
കോർട്ടെക്സ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ്. നേരത്തെ കോർട്ടെക്സ് വെറും പാരങ്കൈമ എഴുതിയാൽ മതിയായിരുന്നു, ഇന്നർ മോസ്റ്റ് സെല്ല് എൻഡോഡെർമിസ് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ കോർട്ടെക്സിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹൈപ്പോഡെർമിസ്, കോർട്ടിക്കൽ ലെയേഴ്സ് ആൻഡ് എൻഡോഡെർമിസ്. ഹൈപ്പോഡെർമിസ്, കോർട്ടിക്കൽ ലെയേഴ്സ് ആൻഡ് എൻഡോഡെർമിസ്. എൻഡോഡെർമിസ് ഇന്നർ മോസ്റ്റ് ലെയർ. ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് എപ്പിഡെർമിസിന് തൊട്ട് താഴെയായിരിക്കും. ഹൈപ്പോഡെർമിസ് പേരിനൊരു സാമ്യമൊക്കെ അല്ലേ. ഹൈപ്പോഡെർമിസ് എപ്പിഡെർമിസിന് തൊട്ട് താഴെയായിരിക്കും. ഫ്യൂ ലെയേഴ്സ് ഓഫ് കോളൻകൈമ, കുറച്ച് കോളൻകൈമയുടെ സെൽസ് ഉണ്ടാവും. മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. കോളൻകൈമയ്ക്ക് എന്താ സൈഡിൽ തിക്ക് വാളാണ് ഉണ്ടാവുക, കോർണേഴ്സിൽ തിക്ക് വാൾ ഉണ്ട്. സോ അതുകൊണ്ട് ഫ്യൂ ലെയേഴ്സ് ഓഫ് കോളൻകൈമ ഉള്ളതുകൊണ്ട് മെക്കാനിക്കൽ തിക്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഈ ഒരു കോളൻകൈമ ഹൈപ്പോഡെർമിസിലുള്ളത്. കോർട്ടിക്കൽ ലെയേഴ്സ് പാരൻകൈമയായിരിക്കും. എൻഡോഡെർമിസ് അല്ലെങ്കിൽ സ്റ്റാർച്ച് ഷീത്ത് എന്നും പറയും, ബിക്കോസ് റിച്ച് ഇൻ സ്റ്റാർച്ച്ഡ് ഗ്രെയിൻ. ഈ എൻഡോഡെർമിസിൽ സ്റ്റാർച്ച് ഗ്രെയിൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ സ്റ്റാർച്ച് ഷീത്ത് എന്നും ഇതിനെ വിളിക്കും. ഓക്കെ, ചിത്രം നോക്കിയേ, എന്തിനാണല്ലേ ഇങ്ങനെ പോണേ. ഇതാ ഇവിടെ നോക്കിയേ, എപ്പിഡെർമിസ്, ഹൈപ്പോഡെർമിസ് കോളൻകൈമ, ഭയങ്കര തിക്കായിട്ടുള്ള കോളൻകൈമ ഉണ്ടാവും. പിന്നെ കോർട്ടിക്കൽ ലെയേഴ്സ് പാരൻകൈമയാണ്. എൻഡോഡെർമിസ് ഉണ്ട് ആൻഡ് എൻഡോഡെർമിസ് സ്റ്റാർച്ച് ഡെപ്പോസിറ്റ് ഉള്ളതുകൊണ്ട് സ്റ്റാർച്ച് ഷീത്ത് എന്ന് നമ്മൾ വിളിക്കും. പെരിസൈക്കിൾ എൻഡോഡെർമിസ് കഴിഞ്ഞിട്ടുള്ളതല്ല. ഇനി അങ്ങോട്ട് ഈ പേരുകൾ കേട്ട് നിങ്ങൾ അങ്ങോട്ട് യൂസ്ഡ് ആവും. ഓക്കെ, പെരിസൈക്കിൾ ബിലോ എൻഡോഡെർമിസ് എബോവ് ഫ്ലോയം, അതായത് എൻഡോഡെർമിസിന് താഴെ ഫ്ലോയത്തിന് മുകളിൽ. ഓക്കെ, ബിലോ എൻഡോഡെർമിസ് എബോവ് ഫ്ലോയം ഇൻ ദ ഫോം ഓഫ് സെമിലൂണാർ പാച്ചസ് ഓഫ് സ്ക്ലെറൻകൈമ. സെമിലൂണാർ പാച്ചസ് ഓഫ് സ്ക്ലെറൻകൈമ. സെമിലൂണാർ പാച്ചസ് ഓഫ് സ്ക്ലെറൻകൈമ. സ്ക്ലെറൻകൈമ പെരിസൈക്കിൾ സ്ക്ലെറൻകൈമാറ്റസ് ആണ്. സ്ക്ലെറൻകൈമ വളരെ ഹാർഡ് സ്ട്രെങ്ത് ഒക്കെ നൽകുന്ന സെൽസ് ആണ്. നല്ല തിക്ക് വാൾഡ് ആണ് സ്ക്ലെറൻകൈമ സെൽസ്. സോ സ്ക്ലെറൻകൈമ ഈ ഫ്ലോയത്തിന് മുകളിലാണ്, എൻഡോഡെർമിസിന് താഴെയാണ്. ഇതിന് നമ്മൾ സ്ക്ലെറൻകൈമാറ്റസ് ബണ്ടിൽ ക്യാപ്പ് എന്ന് പറയും. ക്യാപ്പ് എന്ന് വിളിക്കാം. ഒരു തൊപ്പി വെച്ച പോലെയല്ലേ ഈ ബണ്ടിലിന്, വാസ്കുലാർ ബണ്ടിലിന് ഒരു തൊപ്പി വെച്ച പോലെയാണ് ഈ പെരിസൈക്കിൾ ഉള്ളത്. സ്ക്ലെറൻകൈമാറ്റസ് ബണ്ടിൽ ക്യാപ്പ് എന്ന് വിളിക്കാം. സോ സെമിലൂണാർ പാച്ചസ് ഓഫ് സ്ക്ലെറൻകൈമ ഇസ് പ്രസന്റ് ഇൻ പെരിസൈക്കിൾ. അടുത്തതായിട്ട് പാരൻകൈമ സെൽസ് ഈ വാസ്കുലാർ ബണ്ടിലിന്റെ ഇടയിൽ ദാ ഇവിടെ റേഡിയലി അറേഞ്ച്ഡ് പാരൻകൈമ സെൽസ് നമുക്ക് കാണാൻ പറ്റും. റേഡിയലി അറേഞ്ച്ഡ് പാരൻകൈമ സെൽസ് റേഡിയലി പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ വാസ്കുലാർ ബണ്ടിൽ വിൽ ഫോം മെഡുലറി റേസ്. നമ്മൾ സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് ഒരു പ്രത്യേക തരം റേ ഫോം ചെയ്യുന്നുണ്ട്. അതിനാണ് മെഡുലറി റേ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സെക്കൻഡറി ഡെവലപ്മെന്റ് പഠിക്കാനില്ല, അതുകൊണ്ട് മെഡുലറി റേസ് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിക്കാനുണ്ടാവില്ല. പക്ഷേ ആ വേർഡ് അതുകൊണ്ട് ഒന്ന് ഓർത്ത് വെക്കണം. പർപ്പസ്ഫുള്ളി നിങ്ങൾ ഡെലിബറേറ്റ്ലി ഓർക്കണം. അല്ലാതെ കാഷ്വൽ ആയിട്ട് പറഞ്ഞ് പഠിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. ഇനി അങ്ങോട്ട് അത് സെക്കൻഡറി ഗ്രോത്ത് ഇല്ലാത്തതുകൊണ്ട് അത് പഠിക്കാനില്ല. സോ വിൽ ഫോം മെഡുലറി റേസ്. എന്താണ് പാരൻകൈമ? ഈ വാസ്കുലാർ ബണ്ടിലിന്റെ ഇടയിലുള്ള സ്പേസ്. നിങ്ങൾ ആ ഇമേജ് ഇങ്ങനെ ആലോചിക്കുക. ബണ്ടിൽ ഉണ്ടല്ലോ, അതിനിടയ്ക്ക് സ്പേസ് ഉണ്ടല്ലോ, അപ്പൊ അത് പാരൻകൈമ സെൽസ് ആണ്. അതായിരിക്കും മെഡുലറി റേ ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച്ഡ് ഇൻ എ റിംഗ് കൺജോയിൻഡ്. അതുപോലെ ഓപ്പൺ ആണ്. എൻഡാർക്ക് പ്രോട്ടോസൈലമാണ്. എൻഡാർക്ക് പ്രോട്ടോസൈലം വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് അവിടെ നോക്കിയേ, ഇതല്ലേ കുഞ്ഞി സൈലം, ഇതല്ലേ വലിയ സൈലം അല്ലേ? എടാ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്, കണ്ടോ? ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. കുഞ്ഞി സൈലം, പ്രോട്ടോസൈലം ടുവേർഡ്സ് എ പിത്ത്. ഇതല്ലേ പിത്ത്, ദാ ഇവിടെയല്ലേ പിത്ത് വരുന്നത്, കണ്ട് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ പ്രോട്ടോസൈലം ടുവേർഡ്സ് എ പിത്ത് ആൻഡ് മെറ്റസൈലം എവേ ടുവേർഡ്സ് എ പെരിഫറി. സോ ദാറ്റ് ഇസ് എൻഡാർക്ക്. എൻഡാർക്ക് കണ്ടീഷൻ ആർക്കാണുള്ളത്? റൂട്ടിനാണോ? റൂട്ടിന് എക്സാർക്കാണ്, എൻഡാർക്ക് സ്റ്റെമ്മിനാണ്. മാറിപ്പോവരുത്. ഇറ്റ്സ് സെൻട്രിപിറ്റൽ towards the center. Okay. ആൻഡ് വാസ്കുലാർ ബണ്ടിൽ അത് പറഞ്ഞു, പ്രോട്ടോസൈലം, എൻഡാർക്ക് പ്രോട്ടോസൈലം, പിത്ത് എ ലാർജ് നമ്പർ ഓഫ് റൗണ്ടഡ് പാരൻകൈമ സെൽസ്. പിത്ത് വളരെ വലുതാണ്, ലാർജ് നമ്പർ ഓഫ് റൗണ്ടഡ് പാരൻകൈമ സെൽസ് ആണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഡൈക്കോട്ട് സ്റ്റെം. ഇനി ഏതാ? മോണോകോട്ട് സ്റ്റെമ്മും ഡൈക്കോട്ട് സ്റ്റെമ്മും. ഡൈക്കോട്ട് നല്ല വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ മോണോകോട്ട് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ചെറിയൊരു വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, മോണോകോട്ട് സ്റ്റെമ്മിനെ നേരത്തെ പറഞ്ഞ പോലെയല്ല. ഇവിടെ ഒരു വാസ്കുലാർ ബണ്ടിൽ വേറെ ഒന്നിലധികം വാസ്കുലാർ ബണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ വാസ്കുലാർ ബണ്ടിലാ. അങ്ങോട്ട് അറേഞ്ച് ചെയ്തേക്കുക. പുറമേക്കുള്ളതൊക്കെ ചെറുതും ഉള്ളിലേക്കുള്ളതൊക്കെ വലിയ വാസ്കുലാർ ബണ്ടിലുമാണ്. അപ്പൊ ഇതിന്റെ ഒരു പോർഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പിഡെർമിസ് ഉണ്ട്, ഓഫ് കോഴ്സ് എപ്പിഡെർമിസ് ഉണ്ടാവും, ഹൈപ്പോഡെർമിസ് ഉണ്ടാവും. നമുക്ക് നോക്കാം.
എപ്പിഡെർമിസ് ഉണ്ട്, ഹൈപ്പോഡെർമിസ് ഉണ്ട്. ഹൈപ്പോഡെർമിസ് സ്ക്ലീറൻകൈമാറ്റസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് കോളൻകൈമാറ്റസ് ആയിരുന്നു. ആൻഡ് നേരത്തെ പറഞ്ഞ കോളൻകൈമയാണ്, ഒന്ന് ആലോചിക്കണം. നേരത്തെ പറഞ്ഞ കോളൻകൈമ, ഇവിടെ സ്ക്ലീറൻകൈമ, വ്യത്യാസമുണ്ടേ. ഇനി വാസ്കുലാർ ബണ്ടില് ലാർജ് നമ്പർ ആണ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്, ലാർജ് നമ്പർ, ഡൈക്കോട്ടിനേക്കാളും തോനെയുണ്ട്. ആൻഡ് സ്കാറ്റേർഡ് അറേഞ്ച്മെന്റ് ഇറ്റ് ഇസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് മോണോകോട്ട് സ്റ്റെം. സെക്ഷൻ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഡൈക്കോട്ടാണോ മോണോകോട്ടാണോ എന്ന്. ഇങ്ങനെ എന്താ പറയുക, കടുകൊക്കെ എടുത്തിട്ട പോലെ ലാർജ് നമ്പർ ആയിരിക്കും, സ്കാറ്റേർഡ് ആയിരിക്കും, ഓർഡർ ഒന്നുമില്ല, സ്കാറ്റേർഡ് ചെതറി കിടക്കായിരിക്കും. കൺജോയിന്റ് ക്ലോസ്ഡ് വിത്തൗട്ട് കാമ്പിയം, ഹെൻസ് ഇറ്റ് ഇസ് ക്ലോസ്ഡ്. ഈച്ച് സറൗണ്ടഡ് ബൈ സ്ക്ലീറൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത്. നേരത്തെ ഇതാ വാസ്കുലാർ ബണ്ടിൽ ഇങ്ങനെയാണ്, അതിൽ സൈലം, അതായത് പ്രോട്ടോസൈലം ട്യൂബേഴ്സ്, ഇതിങ്ങനെ ഒരു അസ്ഥികൂടത്തിന്റെ തല പോലെ ആയിരിക്കും കേട്ടോ കാണുക. ഇവിടെ ആയിരിക്കും ഫ്ലോയം ഉണ്ടാവുക. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ചുറ്റിലുമായിട്ട് സ്ക്ലീറൻകൈമേൻ്റെ ബണ്ടിൽ ഷീത്ത് ഉണ്ടാവും. സ്ക്ലീറൻകൈമ കൊണ്ടുള്ള ഒരു ഷീത്ത് ഉണ്ടാവും. ഓരോ വാസ്കുലാർ ബണ്ടിലിന് ചുറ്റിലുമായിട്ട് സ്ക്ലീറൻകൈമേൻ്റെ ബണ്ടിൽ ഷീത്ത് ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ചുറ്റിലുമായിട്ടുണ്ടാവും. സോ സ്ക്ലീറൻകൈമാറ്റസ്, ഈ ഒരു ചിത്രം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, പ്രോട്ടോസൈലം ട്യൂബേഴ്സ് പിത്താണ്, എൻഡാർക്കാണ്. ഓക്കെ, സോ സ്ക്ലീറൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് ഉണ്ടായിരുന്നു. നേരത്തെ എന്തായിരുന്നു? സ്ക്ലീറൻകൈമാറ്റസ് ബണ്ടിൽ ക്യാപ്പ്, പെരിസൈക്കിളിന്റെ ഓർക്കുന്നില്ലേ? ഓക്കെ, ഇവിടെ സ്ക്ലീറൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് ആണുള്ളത്. ആൻഡ് എ ലാർജ് കോൺസ്പീഷ്യസ് പാരൻകൈമാറ്റസ് ഗ്രൗണ്ട് ടിഷ്യൂ. ദാ ഗ്രൗണ്ട് ടിഷ്യൂ, ഇത് ഫുൾ ഗ്രൗണ്ട് ടിഷ്യൂ, അതിലല്ലേ ഇത് സ്പ്രെഡ് ആയി കിടക്കുന്നത്, ഗ്രൗണ്ട് ടിഷ്യൂ കോർട്ടെക്സിന്റെ. ഫ്ലോയം പാരൻകൈമ ഇസ് ആബ്സെന്റ്. ഫ്ലോയം പാരൻകൈമ ഇല്ല. നമ്മൾ നേരത്തെ ഫ്ലോയത്തിൽ പഠിച്ചപ്പോൾ സീവ് എലമെന്റ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ, ഫ്ലോയം ഫൈബേഴ്സ് അങ്ങനെ പഠിച്ചല്ലോ. അതിൽ മോണോകോട്ടിൽ ഫ്ലോയം പാരൻകൈമ ഇല്ല. വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റീസ് ആർ പ്രസന്റ്. വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റീസ്, ഇതാ ഈ അസ്ഥികൂടം പോലെയുള്ള ഒരു സാധനം നോക്കുമ്പോൾ നമുക്ക് വലിയൊരു ഓട്ട പോലെ കാണാം ഇവിടെ താഴെ. വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റീസ്, ഇതാ ഇപ്പൊ ശരിക്കും അസ്ഥികൂടമായി. വാവ്, ശരിക്കും നിങ്ങൾ മൈക്രോസ്കോപ്പിൽ കാണുമ്പോൾ നിങ്ങളൊക്കെ ഡിഗ്രിക്കൊക്കെ ബോട്ടണിയൊക്കെ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും, അടിപൊളിയാണ്. സോ അവിടെ നമുക്ക് ഈ മൈക്രോസ്കോപ്പിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അതായത് വലിയൊരു ഓട്ട പോലെ, വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റിയാണ്, അങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഇനി അവസാനമായിട്ട് ഇത്തും കൂടിയുള്ളൂടെ കഴിഞ്ഞു. ലീഫ് മോണോകോട്ടിനെയും ഡൈക്കോട്ടിനെയും അതുകൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാപ്റ്റർ ഇരുന്നു. വളരെ സിമ്പിൾ ചാപ്റ്റർ അല്ലേ, നമ്മൾ പഠിച്ചതിൽ വെച്ച് ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. സോ ഡൈക്കോട്ടിലിഡോണസ് ലീഫ്, ആ ലീഫ് നോക്കുകയാണെങ്കിൽ, നമ്മൾ സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ലീഫ് ഇങ്ങനെ സെക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. പക്ഷെ പോസിബിൾ ആണ്. അൾട്രാടെക് കൊണ്ടല്ല, നമ്മളെ ബ്ലേഡ് കൊണ്ട് നമ്മളിങ്ങനെ ലീഫ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് സെക്ഷൻ എടുക്കാം. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള തിൻ സെക്ഷൻസ് ആയിരിക്കണം, എന്നാലേ നമുക്കിങ്ങനെ ലീഫ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, എഗെയിൻ ലോങ്ഗ്യൂഡൽ സെക്ഷൻ അല്ല, ട്രാൻസ്ഫർ സെക്ഷൻ ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, സോ ലീഫ് ഇതാ നോക്കിയേ, എപ്പിഡെർമിസ് ഇവിടെ സ്റ്റൊമാറ്റോ കാണിക്കുന്നുണ്ട്, ഇവിടെയാണ് കാണിക്കുന്നത്. ഈ സ്റ്റൊമാറ്റോന്റെ ലൊക്കേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഡൈക്കോട്ടാണോ, ഈവൻ കൈ കിട്ടുന്ന ലീഫ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഡൈക്കോട്ടാണോ മോണോക്കോട്ടാണോ എന്ന്. നമ്മൾ റെറ്റിക്കുലേറ്റ് വീനേഷൻ, പാരലൽ വീനേഷൻ അതൊക്കെ നോക്കും അല്ലേ. പിന്നെ ഡൈക്കോട്ട് ലീഫിന് ഇവിടെ നോക്കിയേ ഡോർസി വെൻട്രൽ ലീഫ് എന്നാണ് പറഞ്ഞത്. ഡോർസി വെൻട്രൽ ലീഫ്, അതായത് ഡോർസൽ സൈഡും വെൻട്രൽ സൈഡും വ്യത്യാസമുണ്ട്. ഡോർസൽ സൈഡും വെൻട്രൽ സൈഡും വ്യത്യാസമുണ്ട്. അതായത് നമുക്ക് രണ്ട് സൈഡായിട്ട് പറയാൻ പറ്റും, ഇത് ഡോർസൽ സൈഡാണ്, ഇത് വെൻട്രൽ സൈഡാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ ഹെൻസ് ഇറ്റ് ഇസ് ഡോർസി വെൻട്രൽ ലീഫ്. പക്ഷെ മോണോകോട്ട് ലീഫ് അങ്ങനെയല്ല, അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഒരുപോലെ ഇരിക്കും. സോ അത് ഐസോ ബൈലാറ്ററൽ ലീഫ്, രണ്ട് സൈഡും ഒരുപോലെ, ഐസോ ബൈലാറ്ററൽ. ഹിയർ ഇറ്റ് ഇസ് ഡോർസി വെൻട്രൽ ലീഫ്, ഡൈക്കോട്ടിലിഡോണസ് ലീഫ്. അതിന്റെ സ്ട്രക്ചേഴ്സ് നോക്കിക്കേ, ഓരോ ഭാഗങ്ങൾ നോക്കാം നമുക്ക്. എപ്പിഡെർമിസ് ഉണ്ട്. എപ്പിഡെർമിസ് സാധാരണ സ്റ്റെമ്മിലുള്ളത് പോലെയുള്ള എപ്പിഡെർമിസ് അല്ല, സ്റ്റെമ്മിന് ഇങ്ങനെ റൗണ്ട് ആയിരുന്നു. ലീഫിനാണെങ്കിലോ മുകളിൽ താഴെ അങ്ങനെ ഉണ്ടാവില്ലേ. സോ അഡാക്സിയൽ ആൻഡ് അബാക്സിയൽ, മുകളിൽ അബാക്സിയൽ, താഴെ മുകളിൽ അഡാക്സിയൽ, താഴെ അബാക്സിയൽ, മാറിപ്പോരുത്. അഡാക്സിയൽ ആൻഡ് അബാക്സിയൽ നോക്കിയതാ, ഞാൻ നേരത്തെ പറഞ്ഞ മാറിപ്പോയടാ. അഡാക്സിയൽ എന്ന് പറയുന്നത് മുകളിലും അബാക്സിയൽ എന്ന് പറയുന്നത് താഴെയുമാണ്. സോ വെൻട്രൽ സർഫസ്, ഡോർസൽ സർഫസ്, വെൻട്രൽ സർഫസ്, ഏറ്റവും മുകളിലുള്ളത് അഡാക്സിയൽ ആൻഡ് താഴെയുള്ളത് അബാക്സിയൽ. ഇത് വെള്ളയാണോ എന്ന് ചെക്ക് ചെയ്താണ് അത്. ഷോ Adaxial epidermis and abaxial epidermis, and it's very important. In case of dorsiventral leaf, stomata will be present in abaxial epidermis, lower surface. അതായത് താഴെയായിരിക്കും
സ്റ്റൊമാറ്റ കാണാൻ പറ്റുക. ലീഫ് അതെങ്ങനെ കണ്ടുപിടിക്കാന്നറിയോ? ലീഫ് പൊതുവെ നല്ല ഷൈനി ആയിട്ടുള്ള ഒരു പോർഷൻ ഇല്ലേ, ഇങ്ങനെ വെളിച്ചത്തോട്ട് കാണിച്ചു നിൽക്കുന്നത്, അതാണ് അതിന്റെ അഡാക്സിയൽ എപ്പിഡെർമിസ് അല്ലെങ്കിൽ ഡോർസൽ എപ്പിഡെർമിസ്. ഓക്കെ, ഡോർസൽ അല്ലെങ്കിൽ വെൻട്രൽ, ഡോർസൽ വെൻട്രൽ മാറിപ്പോട്ടോ. ഇത് ലോവർ സൈഡ്, അപ്പർ സൈഡ് എന്ന് പറയാം. ഇതാണ് അപ്പർ സൈഡ്, ഇതാണ് സൂര്യൻ, ഇവിടുന്ന് വരുന്ന ലൈറ്റ് സൂര്യൻ. ഇത് ലീഫ്. ലീഫ് ഈ സൂര്യന്റെ ഫേസിലേക്ക് ഇങ്ങനെ നല്ല ഷൈനി ആയിട്ടുള്ള പോർഷൻ ഇല്ലേ, അതാണ് അതിന്റെ അപ്പർ സർഫസ്. ഈ അപ്പർ സർഫസ് ആണ് അതിന്റെ അഡാക്സിയൽ എപ്പിഡെർമിസ് ഉള്ള ഭാഗം. ഇതോ ലോവർ സർഫസ്, ബാക്സിയൽ എപ്പിഡെർമിസ് ഉള്ള ഭാഗം അല്ലേ, ആ ബാക്സിയൽ എപ്പിഡെർമിസ് ഉള്ള ഭാഗം. ഇവിടെയായിരിക്കും സ്റ്റൊമാറ്റ ഉണ്ടാവുക. അതെന്തുകൊണ്ടായിരിക്കും? കൂടുതൽ സ്റ്റൊമാറ്റോ ഇവിടെ ഉണ്ടാവുക. ഇവിടെ 1-2 ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. കാരണം ഇത് സൺലൈറ്റിനെ ഡയറക്റ്റ് കാണുന്നത് കൊണ്ട്. സ്റ്റൊമാറ്റോ എന്താണ്? ട്രാൻസ്പിറേഷന്, വാട്ടർ ലോസിനെ കൺട്രോൾ ചെയ്യുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ഈ സ്റ്റൊമാറ്റോ മുകളിലാണെങ്കിലുള്ള വെള്ളം മുഴുവൻ നീരാവിയായിട്ട് പോകും, താഴെയാണെങ്കിൽ കുറച്ച് ഷെയ്ഡാണ്, അധികം വെള്ളം കുറവായിരിക്കും പോകുന്നത്. സോ ആ ഒരു വാട്ടർ ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റൊമാറ്റ ലോവർ സർഫസിലുള്ളത്. സോ അപ്പർ സർഫസ്, ലോവർ സർഫസ്. സോ ലോവർ സർഫസ് ബിയേഴ്സ് മോർ സ്റ്റൊമാറ്റ. അതാണ് ഒരു ടിപ്പിക്കൽ ഡൈക്കോട്ടിനെയും മോണോകോട്ട് ലീഫിനെയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേറെ ഒരു എളുപ്പവഴി ഇതാണ്. ലോവർ സൈഡിലായിരിക്കും സ്റ്റൊമാറ്റ കൂടുതൽ ഉണ്ടാവുക. വേറെയും ഉണ്ട് കേട്ടോ. മീസോഫിൽ, ക്ലോറോഫിൽ കണ്ടെയ്നിങ് പാരങ്കൈമ സെൽസ്. നമ്മൾ ഇതിനു മുന്നേ മീസോഫിൽ നിന്ന് പറഞ്ഞതാണ്, നിങ്ങൾ ഓർത്ത് വെച്ചോണം. അവിടെ കോർട്ടെക്സിൽ ഇവിടെ നമ്മൾ പാരങ്കൈമ സെൽസ് ക്ലോറോഫിൽ ഫോട്ടോസിന്തറ്റിക് ആയതുകൊണ്ട് നമ്മൾ അതിനെ മീസോഫിൽ എന്നാണ് പറയുക. ദീസ് ഓൾ ആർ മീസോഫിൽ സെൽസ്. അവിടെ ഡൈക്കോട്ട് ലീഫിന് 2 തരം മീസോഫിൽ ഉണ്ട്. ഇതൊരു തരം മീസോഫിൽ, ഇത് മറ്റേ തരം മീസോഫിൽ. അതായത് പാലിസൈഡ് മീസോഫിലും സ്പോഞ്ചി മീസോഫിലും. പാലിസൈഡും സ്പോഞ്ചിയും. പാലിസൈഡ് പാരങ്കൈമ, സ്പോഞ്ചി പാരങ്കൈമ എന്നാണ് ഓരോ സെല്ലിനെയും പറയാം. പാലിസൈഡ് പാരങ്കൈമ അഡാക്സിയലി പ്ലേസ്ഡ് ആയിരിക്കും, അഡാക്സിയൽ സൈഡിന് മുകളിലോട്ടേക്കായിരിക്കും. ആൻഡ് എലോങ്ങേറ്റഡ് സെൽസ് arranged vertically and parallel to each other. They are elongated cells arranged vertically and parallel to each other towards the adaxial epidermis. അല്ലേ? സോ അതാണ് പാലിസൈഡ് പാരങ്കൈമ. അടുത്തതായിട്ട് സ്പോഞ്ചി പാരങ്കൈമ. ഓവൽ ഓർ റൗണ്ട് ഷേപ്ഡ് ആയിരിക്കും, ലാർജ് ഇന്റർസെല്ലുലാർ സ്പേസസ് ആയിരിക്കും, ലൂസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും, സിറ്റുവേറ്റഡ് ബിലോ ദ പാലിസൈഡ് സെൽസ് ആൻഡ് air cavities will be present. നോക്കിയേ, oval shaped round cells below the palisade cells towards abaxial side and large air cavities will be present with large intercellular spaces. Loosely arranged. ഇവർ ഭയങ്കര കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആണ് അല്ലേ. നമുക്ക് ആ സ്ട്രക്ചർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ലീഫിന്റെ മോണോകോട്ട് ലീഫും ഡൈക്കോട്ട് ലീഫും മാറിപ്പോവരുത്. ആൻഡ് വാസ്കുലാർ ബണ്ടിൽ നോക്കിയേ, വാസ്കുലാർ ബണ്ടിൽ എങ്ങോട്ടേക്കാ? എന്തിനാ വാസ്കുലാർ ബണ്ടിൽ? വാട്ടർ കണ്ടക്ഷനും അതുപോലെ തന്നെ ഫുഡിന്റെ കണ്ടക്ഷനും. അത് എങ്ങോട്ടേക്കാ? ഈ ലീഫിന്റെ ലാമിന കംപ്ലീറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ലീഫിനൊരു മിഡ്രിബ് ഉണ്ടാവില്ലേ, അതിന് വെയിൻസ് ഇല്ലേ, ഈ വെയിൻസിലൂടെയും മിഡ്രിബിലൂടെയും ഒക്കെയാണ് ഈ വാസ്കുലാർ ബണ്ടിൽ പോവുക, വെയിൻ ഉള്ള ഭാഗത്തൂടെ. ഓക്കെ, ആ വെയിൻ ഉള്ള ഭാഗമാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ് വെയിൻ പോകുന്ന ഭാഗം. അതിലൂടെ കട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് വാസ്കുലാർ ബണ്ടിൽ കാണാം. ഗോട്ട് ഇറ്റ്? ഒന്ന് ആലോചിച്ച് നോക്കുക. വെയിന് ഈ ഡൈക്കോട്ട് ലീഫില് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആയിരിക്കും അല്ലേ. ഇതാണ് നമ്മുടെ ലീഫ്, അതില് ഇങ്ങനെ റെറ്റിക്കുലേറ്റ് വീനേഷൻ ആയിരിക്കും നമ്മുടെ ലീഫിൽ ഉണ്ടാവുക. നേരെ മറിച്ച് ഒരു മോണോകോട്ട് ലീഫിലാണെങ്കിലോ പാരലൽ വീനേഷൻ ആണ്. നിങ്ങൾ ഇത് മോർഫോളജിയിൽ പഠിച്ചതാണെന്ന് നോക്കും, എനിക്കറിയാം. സോ പാരലൽ വീനേഷന് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആയിരിക്കും. ഇതൊരു ചെമ്പരത്തിന്റെ ലീഫാണെന്ന് വിചാരിക്കുക. ചെമ്പരത്തി ഈസ് എ ഡൈക്കോട്ട് പ്ലാന്റ്. ഓക്കെ, സോ ഇതൊരു പുല്ലിന്റെ ഏതെങ്കിലും ഒരു പുല്ല്. സോ അതിന്റെ പാരലൽ വീനേഷൻ, റെറ്റിക്കുലേറ്റ് വീനേഷൻ. ഈ റെറ്റിക്കുലേറ്റ് വീനേഷൻ ആവുമ്പോൾ അറ്റത്തേക്ക് പോകുമ്പോഴൊക്കെ വെയിനിന്റെ വലുപ്പമൊക്കെ കുറയുമല്ലോ. ഇവിടെയൊക്കെ വലിയ വലിയ വെയിനായിരിക്കും, ഇവിടെയൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും. ഇവിടെ വലുപ്പം കുറയുന്നത് കൊണ്ട് തന്നെ വാസ്കുലാർ ബണ്ടിന്റെ വലുപ്പവും ഓരോ സ്ഥലത്തും കുറയും. നല്ല മിഡ്രിബിലായിരിക്കും വലിയ വാസ്കുലാർ ബണ്ടിൽ ഉണ്ടാവുക. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞതാണ്. ആൻഡ് ദാറ്റ് ക്യാൻ ബി സീൻ ഇൻ ദ വെയിൻസ് ആൻഡ് മിഡ്രിബ് സറൗണ്ടഡ് ബൈ ലെയർ ഓഫ് തിക്ക് വാൾഡ് ബണ്ടിൽ ഷീത്ത് സെല്ല്. തിക്ക് വാൾഡ് ബണ്ടിൽ ഷീത്ത് സെൽസ് എവിടെയാണ് കൊടുത്തത്? ബണ്ടിൽ ഷീത്ത് സെല്ല് കണ്ടോ? തിക്ക് വാൾഡ് ആയിട്ടുള്ള ആസ്ക്ലെറൻഗൈമാറ്റസ് ആയിട്ടുള്ള ബണ്ടിൽ ഷീത്ത് കൊണ്ട് ഈ ഒരു വാസ്കുലാർ ബണ്ടിലിനെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടാവും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഡൈക്കോട്ട് ലീഫ്. ആൻഡ് ദെൻ ഫൈനലി അവസാനം മോണോകോട്ട് ലീഫ് അല്ലെങ്കിൽ ഐസോ ബൈലാറ്ററൽ ലീഫ്. 2 സൈഡും ഒരുപോലെ. ഐസോ ബൈലാറ്ററൽ, ബൈ എന്ന് പറഞ്ഞാൽ 2, ലാറ്ററൽ എന്ന് പറഞ്ഞാൽ 2 സൈഡ്, ഐസോ എന്ന് പറഞ്ഞാൽ ഒരുപോലെ. ഐസോ ബൈലാറ്ററൽ ലീഫ്. ആൻഡ് അതിൻ്റെ എക്സാമ്പിൾ ആണ് ഇത്. ആൻഡ് ഇവിടെ നോക്കിയേ, ഇവിടെ വേണമെങ്കിൽ ചില ചിത്രങ്ങളിൽ നിങ്ങൾക്ക് വലിയ വലിയ സെൽസ് കാണാം ഈ ഒരു പോർഷനിൽ.
ഓക്കെ, വലിയ വലിയ സെൽസ് കാണാം. അതും ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് മോണോകോട്ടിനെ കണ്ടുപിടിക്കാൻ. ആൻഡ് മോണോകോട്ടില് ഡൈക്കോട്ടിൽ ഉള്ളതുപോലെ തന്നെയാണ്, പക്ഷെ ഒരുപാട് വ്യത്യാസമുണ്ട് ലീഫിൽ വരുമ്പോൾ. ഒന്ന്, എപ്പിഡെർമിസിൽ ഈ വലിയ വലിയ സെല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ബുള്ളിഫോം സെൽസ്, അതിന്റെ പ്രസൻസ് ഉണ്ടാവാം. ആൻഡ് എപ്പിഡെർമിസ് മുകളിൽ സർഫസിലും താഴെ സർഫസിലും ഈക്വൽ ആയിട്ട് സ്റ്റൊമാറ്റോന്റെ കാണാൻ പറ്റും. കാരണം എന്താ, ലീഫിലൊക്കെ ഈ പുല്ലിലൊക്കെ എങ്ങനെയാ ലീഫ് നിൽക്കുക, ഇങ്ങനെയാണോ? അല്ല, അധികം ഇങ്ങനെയല്ല ഉണ്ടാവുക. അപ്പൊ ഏത് സൈഡിൽ സൺലൈറ്റ് കൊണ്ടാലും എന്താടാ, ഒരു കുഴപ്പമില്ലല്ലോ. സോ രണ്ട് സൈഡിലും സ്റ്റൊമാറ്റോയുടെ ഡിസ്ട്രിബ്യൂഷൻ ഒരുപോലെ ആയിരിക്കും. എപ്പിഡെർമിസ് സ്റ്റൊമാറ്റ ഓൺ ബോത്ത് സൈഡ്സ്, ഓൺ ബോത്ത് അഡാക്സിയൽ ആൻഡ് അബാക്സിയൽ സർഫസ്. അബാക്സിയൽ സർഫസിൽ സം സെൽസ് അലോങ് ദ വെയിൻസ് മോഡിഫൈഡ് ടു ഫോം ലാർജ് എംപ്റ്റി കളർലെസ് ബുള്ളിഫോം സെൽസ്. വലിയ സെൽസാ ഈ ബുള്ളിഫോം സെൽസ്. എന്തിനാണെന്നറിയോ? വെള്ളം നല്ലപോലെയുള്ള സമയത്ത് ഇത് നല്ലപോലെ ടർജ്ഡ് ആയിരിക്കും, ലീഫ് നല്ലപോലെ ഉണ്ടാവും. പക്ഷെ വെള്ളം കുറവുള്ള സമയത്ത് ഈ ലീഫിൽ നിന്നും വെള്ളം മുഴുവൻ പോവാതിരിക്കാൻ വേണ്ടി, ട്രാൻസ്പിറേഷൻ വഴി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബുള്ളിഫോം സെൽസ് ചുരുങ്ങിക്കഴിഞ്ഞാൽ ലീഫ് ചുരുങ്ങും. ലീഫ് ചുരുങ്ങിക്കഴിഞ്ഞാൽ അധികം എക്സ്പോസ്ഡ് സൺലൈറ്റിനോട് എക്സ്പോസ്ഡ് ആയിരിക്കില്ലല്ലോ. സോ വെള്ളത്തിന്റെ ലോസ് കുറയ്ക്കാൻ പറ്റും. സോ ദാറ്റ് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ബുള്ളിഫോം സെൽസ് ആൻഡ് ദാറ്റ്സ് ഓൾ about it. And mesophil cells, മീസോഫിൽ നേരത്തെ പാലിസൈഡ് സ്പോഞ്ചി എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് മോണോകോട്ട് സെൽ ഇറ്റ് ഇസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി. കണ്ടോ, മീസോഫിൽ സെൽസ് പാലിസൈഡ് സ്പോഞ്ചി എന്ന് പറഞ്ഞിട്ട് ഒന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ സെക്ഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു യൂണിഫോം സെൽസ് ആയിരിക്കും മോണോകോട്ടിൽ ഉണ്ടാവുക. വാസ്കുലാർ ബണ്ടില് സിമിലർ സൈസ് ഡ്യൂ ടു പാരലൽ വീനേഷൻ. നമ്മൾ നേരത്തെ റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറഞ്ഞാലേ, അതായത് വീൻസിന്റെ സൈസ് കുറയും തോറും വാസ്കുലാർ ബണ്ടിലെ സൈസ് കുറയും. പക്ഷെ ഇവിടെ പാരലൽ വീനേഷൻ ആണ്, എല്ലാ സ്ഥലത്തും വെയിൻസ് ഒരുപോലെയാണ് പോകുന്നത്. സോ ഒരേ സൈസ് ആയിരിക്കും വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടാവുക. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് മോണോകോട്ട് ലീഫ്. സോ അത്രയേ ഉള്ളൂ നമ്മൾ ഈ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ചാപ്റ്റർ. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്, വളരെ സിമ്പിൾ ആണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇത് ഡൈക്കോട്ട് സ്റ്റെം ആണല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ക്യാമ്പിയം ഉണ്ടോ ഇല്ലയോ, വാസ്കുലർ ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ, അതും എൻഡാർക്ക് എക്സാർക്ക്, ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ ഒരു റഫ് ഫിഗർ വരച്ച് പഠിക്കുക. ആൻഡ് ദാറ്റ് ഇസ് എ ബെസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് വേ. നിങ്ങൾക്ക് ഈ അനാറ്റമി പഠിക്കാനുള്ള ഈസിയസ്റ്റ് വേ അതാണ്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും കാണാതെ പഠിക്കരുത്. കാരണം സ്ക്ലീറൻ ഗെയിമ, കോളം ഗെയിമ, പാരം ഗെയിമ തമ്മിൽ മാറിപ്പോകും. നമ്മൾ സ്ക്ലീറന്ന് പഠിച്ച് എങ്ങനെ പഠിച്ചു പോയാലും പരീക്ഷയ്ക്ക് ചിലപ്പം നമുക്ക് കോളന്ന് മനസ്സിൽ വരും. സ്ക്ലീറൻ ആണോ കോളൻ ആണോ എന്നൊക്കെ അന്നേരം മറന്നും പോകും. സോ മേക്ക് സം കോഡ്സ് ആൻഡ് വരച്ച് പഠിക്കുമ്പോൾ മാറിപ്പോല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ചാപ്റ്റർ കാണുന്നതായിരിക്കും. ബൈ.